കിം ജ്യോതിസ്തവഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹി മേ ചക്ഷുഃ തസ്യ നിമീലനാദിസമയേ കിം ധീഃ ധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതിഃ തദസ്മി പ്രഭോ. എല്ലാ വിദ്യകൾക്കും ആശ്രയഭൂതമായ പ്രതിഷ്ഠയായിട്ടുള്ള ബ്രഹ്മവിദ്യയാണ് നമുക്കിവിടെ വിഷയം. ബ്രഹ്മവിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ. ആ ബ്രഹ്മവിദ്യ അതിന്റെ വിശേഷണം എന്താണ്? നല്ല പക്വമായ ദശയിൽ ശ്രവണം കൊണ്ട് മാത്രം നമുക്ക് സ്വാനുഭവത്തിനെ തരുന്നതാണ്. ഇപ്പൊ ഇവിടെ ഒരു ശ്ലോകത്തില് പാടി, സദ്യോജാത സമാധിജാത ലഹരീം ആദ്യാം ചിദാനന്ദജാം സത്യാർത്ഥാന്തരദൃഷ്ടദേശികഗിരാജാജ്വല്യമാനാം ധിയം. സദ്യോജാതം എന്ന് വെച്ചാൽ ആ ക്ഷണത്തിൽ തന്നെ ജനിക്കണത്, പ്രകാശിക്കണത് എന്നർത്ഥം. കേൾക്കുമ്പോ തന്നെ ശ്രവണമാത്രത്തില് ഹൃദയത്തില് പ്രകാശിക്കണത്. യോഗികളുടെ പോലെ അഭ്യാസജന്യമായ ഒരു സമാധിയല്ല. നമ്മളുടെ സ്വരൂപത്തിനെ നമുക്ക് കാണിച്ചു തരികയാണ്. സത്യാർത്ഥാന്തര ദൃഷ്ടദേശികഗിരാജാജ്വല്യമാനാം ധിയം. സത്യത്തിനെ അറിഞ്ഞ ദേശികന്റെ വാക്ക് കേൾക്കുമ്പോ ശുശ്രൂഷുഭിഹി തക്ഷണാത്, കേൾക്കുന്ന ക്ഷണത്തിൽ തന്നെ ഹൃദയത്തില് പൂർണ്ണത്വം പ്രകാശിക്കണം, നമ്മളുടെ സ്വരൂപം പ്രകാശിക്കണം. ആർക്ക് എന്ന് വെച്ചാൽ ആര് പക്വമായിട്ടിരിക്കണോ അവർക്ക്. പക്വതയുടെ ലക്ഷണം തന്നെ അതാണ്. കർപ്പൂരം കൊളുത്തുമ്പോഴേക്കും പിടിക്കും, വിറക് പതുക്കെ പിടിക്കും, ഉണ്ണിപ്പിണ്ടിയാവുമ്പോ പിടിക്കില്ല. അഗ്നി ഒന്ന് തന്നെയാണ്, ഒരേ അഗ്നി തന്നെയാണ്. അതേപോലെ ഗുരുവിന്റെ വാക്ക് ഒന്ന് തന്നെയാണ്. ഉപനിഷത്ത് പറഞ്ഞ അതേ വിദ്യ തന്നെയാണ് പരമ്പരയായി ജ്ഞാനികൾ വീണ്ടും 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 അനുഭവിച്ച് പറയണത്. ഇവിടെ പുതിയതായിട്ട് പറയാനൊന്നുമില്ല എന്നാണ്. പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കരുത് എന്നാണ്. എങ്ങനെ സത്യം പുതിയതാവാനൊക്കും? സത്യത്തിനെ വീണ്ടും വീണ്ടും അനുഭവിച്ച് പറയുന്നു ഋഷികൾ. 10 ഉപനിഷത്തുകളിലും വിഷയം ഒന്ന് തന്നെ. മറ്റു ഉപനിഷത്തുകളെയൊക്കെ തള്ളിക്കളയാൻ കാരണം എന്താ? അഥവാ തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം ഒന്നും സ്വീകരിക്കാതിരിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ മറ്റു പലതും പറഞ്ഞതുകൊണ്ട് സ്വീകരിച്ചില്ല. എന്തിനാ ശങ്കരാചാര്യര് 10 ഉപനിഷത്തുകൾക്ക് മാത്രം ഭാഷ എഴുതിയെന്ന് വെച്ചാൽ ഒരേ ബ്രഹ്മവിദ്യ ഒരു കലർപ്പും കൂടാതെ, കൂടിക്കലർപ്പൊന്നും കൂടാതെ
അതേപോലെ പറഞ്ഞ 10 ഉപനിഷത്തുകളെയും എടുത്തു. പിന്നീട് വന്ന ജ്ഞാനികളും ഒക്കെ തന്നെ അതേ വിദ്യയിൽ തന്നെയാണ് സാക്ഷാത്കരിക്കുന്നത്. അതാണ് ഇന്നലെ നമ്മളൊരു ശ്ലോകം പറഞ്ഞു. ഗുരു ശിഷ്യനോട് പറയണു, ഭയപ്പെടണ്ട കുട്ടിയെന്ന്. മാ ഭൈഷ്ട വിദ്വൻ തവനാസ്തി അപായ. തനിക്കൊരു അപായവുമില്ല. സംസാര സിന്ധോഹോ തരണേ അസ്തി ഉപായ. ഈ സംസാര സമുദ്രത്തിനെ കടക്കാനുള്ള വഴിയുണ്ട്. ഏനൈവ യാതാഹ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. എത്രയോ ഋഷികൾ പൂർവസൂരികൾ നടന്നു പോയ വഴി, രാജമാർഗം, അത് കാണിച്ചു തരാം എന്നാണ്. അല്ലാതെ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് പറയണമെന്നല്ല. ഒരേ വസ്തു തന്നെ വീണ്ടും വീണ്ടും സത്യദർശികൾ അനുഭവിച്ച് പറയും. വേദകാലത്തിൽ വിളിച്ചു പറഞ്ഞ അതേ വിഷയം ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. എല്ലാരും കേൾക്കട്ടെ. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ ആയേ ധാമാനി ദിവ്യാനി തസ്തു. ഇവിടെ ഉള്ളവർ മാത്രമല്ല, ദേവാദി ലോകങ്ങളിലുള്ളവരും കേൾക്കട്ടെ. എന്താ കേൾക്കാനുള്ളത് എന്നുവെച്ചാൽ, വേദാഹം ഏതം പുരുഷം മഹാന്തം. ഈ പരമപുരുഷനെ ഞാൻ അറിഞ്ഞിരിക്കണം. സ്വാമി വിവേകാനന്ദൻ 16 വയസ്സ് ഉള്ള യുവാവായി രാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് പോയിട്ട്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ രാമകൃഷ്ണദേവൻ പറഞ്ഞു, കുട്ടി തന്നെ ഞാൻ എങ്ങനെ കാണുന്നു അതിനേക്കാളും അടുത്ത്, എന്റെ തന്നെ സ്വരൂപമായിട്ട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ല രാമകൃഷ്ണദേവൻ. എങ്കിലും തന്നെ കാണുന്നതിനേക്കാൾ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കാണുന്നു, കണ്ടുകൊണ്ടേയിരിക്കണം. വേണമെങ്കിൽ തനിക്ക് കാണിച്ചു തരാനും ഒക്കും. പക്ഷെ ആർക്ക് വേണം? ആളുകൾക്ക് വേറെ എന്തൊക്കെയോ ആണ് വേണ്ടത്. പണം വേണം, പ്രസിദ്ധി വേണം, പവർ വേണം. ഇതിനൊക്കെ വേണ്ടി പ്രയത്നിക്കുന്നവരും ഹതാശരാവണവരും ലോകത്തിൽ ധാരാളം ഉണ്ട്. ഈശ്വരനെ ആർക്ക് വേണം? ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ വാക്ക് വിവേകാനന്ദ സ്വാമികൾ പിന്നീട് പറയുന്നു, വേദകാലം മുതൽ മുഴങ്ങിയിട്ടുള്ള അതേ ശ്രുതി ഐ ഹേർഡ് അഗെയിൻ വിത്ത് ദ സെയിം ഫ്രഷ്നെസ് ഫ്രം മൈ മാസ്റ്റർ. വേദകാലം മുതൽ മുഴങ്ങിയിട്ടുള്ള അതേ ശ്രുതി വീണ്ടും പുതുമയോടുകൂടെ വീണ്ടും കടഞ്ഞെടുത്ത നവനീതമായിട്ട് എന്റെ ഗുരുനാഥന്റെ വാക്ക് നിന്ന് ഞാൻ വീണ്ടും കേട്ടു. വേണമെങ്കിൽ തനിക്ക് കാണിച്ചു തരുകയും ചെയ്യാമെന്ന്, തനിക്കും ഇത് അനുഭവിക്കാം. സുസുഖം കർത്തും അവ്യയം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞ അതേ വിഷയം. അതിനാണ് ഒരു ദേശികൻ വേണ്ടി വരുന്നത്. ഒരു വിളക്കിൽ നിന്നും വിളക്ക് കൊളുത്തണ പോലെ ഒരു അനുഭവമുള്ള കേന്ദ്രത്തിൽ നിന്നും അനുഭവം പകർന്നു കിട്ടുകയാണ്. പുതിയതായിട്ടൊരു അനുഭവമല്ല, നമുക്ക് അനുഭവമുണ്ട്. നമുക്ക് ആത്മാനുഭവം എല്ലാവർക്കും സിദ്ധമാണ്. വാസ്തവത്തിൽ നമുക്ക് ആത്മാനുഭവമേ ഉള്ളൂ, പ്രപഞ്ചാനുഭവമൊന്നുമില്ല. ഞാനുണ്ട് എന്നുള്ള അനുഭവം തന്നെ ആത്മാനുഭവമാണ്. നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു, ഇത് പ്രതീതിയാണ്, ഇന്ദ്രിയ പ്രതീതിയാണ്. കണ്ണുകൊണ്ട് കാണുന്നു, കണ്ണില്ലെങ്കിൽ കാണൂല. നിങ്ങളുടെ ശബ്ദം വേണമെങ്കിൽ കേൾക്കാം, ചെവി കൊണ്ട് കേൾക്കാം, മണത്ത് നോക്കാം, തൊട്ടു നോക്കാം എന്നൊക്കെ അല്ലാതെ എനിക്ക് എന്റെ അസ്തിത്വത്തിനെ അനുഭവിക്കണ പോലെ നിങ്ങളെ ആരെയും അനുഭവിക്കാൻ ഒക്കില്ല. എന്റെ അസ്തിത്വം, എന്റെ ഇരുപ്പ്, എന്റെ നിലനിൽപ്പ് മാത്രമേ എനിക്ക് അനുഭവവേദ്യമാകുന്നുള്ളൂ. ബാക്കിയൊക്കെ തന്നെ പ്രതീയമാനങ്ങളാണ്. വ്യത്യാസം അറിയണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബാക്കിയൊക്കെ പെർസെപ്ഷൻ ആണ്. ഇത് മാത്രമാണ് എക്സ്പീരിയൻസ്. ഐ ഈസ് എക്സ്പീരിയൻസ് ആൻഡ് ഓൾ അതർ തിങ്സ്, ഒബ്ജെക്ട്സ് ആർ പെർസെപ്ഷൻ. കാണുകയാണ്. കണ്ണുണ്ടോ? കാണും. ശബ്ദാതിരൂപം ഭുവനം സമസ്തം.
ശബ്ദാദിസത്ത ഇന്ദ്രിയവൃത്തിഭാസ്യ സതേന്ദ്രിയാണാം മനസോ വശേ സ്യാത് മനോമയം തദ്ഭുവനം വദാമ. സദ്ദർശനത്തില് രമണ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളൊക്കെ വരണു. ശബ്ദാദിരൂപം ഭുവനം സമസ്തം. ഇന്ദ്രിയവൃത്തിഭാസ്യ, ഇന്ദ്രിയങ്ങളിലൂടെയാണ് അറിയണത്. 5 ഇന്ദ്രിയങ്ങളുള്ളത് കൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിനെ ഇങ്ങനെ കാണുന്നു. ചില ജീവികൾക്ക് 3 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. ഏകകോശ ജീവികളുണ്ട്, സസ്യങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രപഞ്ചം വേറെ വിധത്തിലാണ്, നമ്മളെ പോലെയല്ല. ഇന്ദ്രിയത്തിനനുസരിച്ച് ദൃശ്യം മാറിക്കൊണ്ടിരിക്കും, അനുഭവം മാറില്ല, അസ്തിത്വം മാറില്ല. 3 ഇന്ദ്രിയമുള്ള ജീവിക്കും 1 ഇന്ദ്രിയമുള്ള ജീവിക്കും സുഷുപ്തി അവസ്ഥ ഒരുപോലെയാണ്. ജാഗ്രതും സ്വപ്നവും മാറും, സുഷുപ്തി മാറാൻ ഒക്കില്ല. എന്താന്ന് വെച്ചാൽ അവിടെ ഇന്ദ്രിയങ്ങളില്ല, മനസ്സിന്റെ വ്യാപാരം ഇല്ലാത്തത് കൊണ്ട് അവിടെ ആവരണം ഉണ്ട് എന്ന് പറയാം, ആവരണം ഇല്ല എന്ന് പറയാം. അത് ഇപ്പോ ബാലകൃഷ്ണൻ നായർ സാറുടെ ഭാഷയൊക്കെ നോക്കിയാൽ ഒരു ഇരുണ്ട മറ അവിടെ ഉണ്ട്, ആവരണം ഉണ്ട്. ഇത് വേദാന്ത മണ്ഡലത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്, സുഷുപ്തിയിൽ ആവരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഭാഷ എടുത്തു നോക്കിയാൽ തന്നെ ആളുകൾ ചർച്ച ചെയ്യും, ഇത് ഉണ്ട് എന്നൊരു വശം, ഇല്ല എന്നൊരു വശം. ഇത് 2 തലത്തിൽ നിന്ന് നോക്കിയിട്ടാണോ ഉള്ള ഉത്തരം. 2 ശരി തന്നെയാണ്. നമ്മള് ജാഗ്രത്തിൽ നമ്മളുടെ അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ സുഷുപ്തിയിൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാക്ഷാത്കാരം ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ ആവരണമുണ്ട്, ബുദ്ധിയിൽ ആവരണം നീങ്ങിയില്ല, അതുകൊണ്ടാണ് സുഷുപ്തിയിൽ പോയിട്ട് സാക്ഷാത്കാരം ഉണ്ടാവാത്തത് എന്ന് നമ്മൾ ഉത്തരം പറയണം. പക്ഷേ സുഷുപ്തിവാദികൾ എന്തു പറയുമെന്ന് വെച്ചാൽ അവിടെ ആവരണം നീങ്ങാൻ രണ്ടാമതൊരു വസ്തു ഉണ്ടായിട്ട് വേണ്ടേ. അവിടെ രണ്ടാമതൊരു വസ്തുവും ഇല്ലാത്തത് കൊണ്ട് ആവരണവുമില്ല, അവിടെ ദുഃഖമില്ലാത്തത് കൊണ്ട് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, അവിടെ ദ്വൈതമില്ലാത്തത് കൊണ്ട് അദ്വൈത ജ്ഞാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ ഇതൊന്നും ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ അത് നാച്ചുറൽ സ്റ്റേറ്റ് ആണ്. രമണ ഭഗവാന്റെ ടോക്സിലൊക്കെ നോക്കിയാൽ 2ഉം പറയുന്നത് കാണാം ഭഗവാൻ. ചിലരിടത്ത് പറയും അവിടെ ആവരണം ഉണ്ടെന്ന് പറയും, ചിലയിടത്ത് പറയും അത് ശുദ്ധ ചൈതന്യസ്ഥാനാണ്, ബ്രഹ്മാനുഭവം ഉണ്ടെന്ന് പറയും. എന്താന്ന് വെച്ചാൽ ജ്ഞാനികൾക്ക് സിദ്ധാന്തമൊന്നുമില്ല. അവർക്കറിയാം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതും ഇവിടെ ഒരിടത്തും ആവരണമില്ല. സത്യം അറിഞ്ഞവന് 3 അവസ്ഥകളിലും ആവരണമേ ഇല്ല, ആവരണം എന്നുള്ളൊരു സാധനമേ ഉണ്ടായിട്ടില്ല. ഭാഗവതത്തില് ഭഗവാനെ സ്തുതിക്കുമ്പോ അനാവൃത അനാവൃത എന്ന് പല സ്ഥലങ്ങളിൽ വരും. എന്നുവെച്ചാൽ നിരസ്ത കുഹകം സത്യം പരം ധീമഹി എന്നാണല്ലോ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ ഒരു ആവരണവും ഇല്ലാതെ പ്രകാശിക്കുന്ന സത്യം എന്നാണ്. ആര് പറഞ്ഞു സത്യം ആവൃതമാണെന്ന്? കാണാനില്ലല്ലോ. കാണാനില്ല എന്നിപ്പോ നീ പറയല്ലേ. കണ്ടു കഴിയുമ്പോ പറഞ്ഞു ഇതല്ലേ മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറയും. കണ്ടു കഴിഞ്ഞപ്പോ ഇത് തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഖഗുംസുദ് വൃക്ഷ കിം തദ്വനം ബ്രഹ്മ തദ്വനം ബ്രഹ്മസ വൃക്ഷ ആസീത്. ബ്രഹ്മം തന്നെയാണ് വനം, ബ്രഹ്മം തന്നെയാണ് വൃക്ഷം എന്ന് പറയാനാണ് വേദം. ഇത് വൃക്ഷമാണ്, ഇത് വനമാണ് എന്ന് പറയാൻ വേദ ആവശ്യമില്ല. ബ്രഹ്മ തദ്വനം, ബ്രഹ്മമാണ് കാട്, ബ്രഹ്മമാണ് വൃക്ഷം. ഇതിപ്പോ എന്ത് വൃക്ഷമാണ്? മാവാണ്. മാവ് എന്ന് ആര് പറഞ്ഞു? ഞാൻ പറയണു. മാവേ എന്ന് വിളിച്ചാൽ എന്തോന്ന് ചോദിക്കോ? ഇല്ല, അതിനാ പേരൊന്നും അറിയില്ല. പിന്നെ മലയാളത്തിൽ മാവ് എന്ന് പറഞ്ഞു, ഇംഗ്ലീഷിൽ മാംഗോ എന്ന് പറഞ്ഞു, ആമ്രം എന്ന് പറഞ്ഞു, മാങ്കായ് എന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു അല്ലേ. ഓരോ ഭാഷയിലും ഓരോ പേരുകൾ പറയും. മലയാളത്തിൽ തന്നെ ഓരോ സ്ഥലത്ത് ഓരോ പോലെ പറയും അല്ലേ. മാവ് എന്ന് പറയും, ഞങ്ങളുടെ അവിടെ പോയാൽ മൂച്ചി എന്ന് പറയും. ഇതൊക്കെ ഇപ്പൊ അതിനുള്ള പേരാണോ? അല്ല. പിന്നെയോ അതെന്താ? ആ വൃക്ഷത്തിനൊന്നും അറിയില്ല, അതൊരു ഇരുപ്പ് മാത്രമാണ്. അത് ഇൻ എ പെക്യൂലിയർ മാനിഫെസ്റ്റേഷൻ ഓഫ് സെൽഫ്, അത്രയേ ഉള്ളൂ. അവ്യക്താത് വ്യക്തയ സർവാഹ പ്രഭവന്തി അഹരാഗമേ. ആ അവ്യക്തത്തിൽ നിന്നും വ്യക്തമായ നാമരൂപങ്ങൾ പൊന്തി വരണു. നാമരൂപങ്ങളൊക്കെ തന്നെ അതൊന്ന് പൊന്തി കാണപ്പെടുമ്പോൾ അത് തന്നെ. ഈ ആവരണം നീങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കാണുന്നതൊക്കെ തന്നെ അത് തന്നെ എന്ന് കൺവിക്ഷൻ ഉണ്ടായി. ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉദവാ കുമാരി ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ. ഭഗവാനെ അവിടുന്ന് തന്നെ സ്ത്രീ, അവിടുന്ന് തന്നെ പുരുഷൻ, അവിടുന്ന് തന്നെ കുമാരൻ, അവിടുന്ന് തന്നെ കുമാരി.
ശ്രീരുദ്രത്തിലെടുത്ത് നോക്കിയാൽ ഭഗവാനെ എല്ലാമായിട്ട്, എല്ലാം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ നാട്ടില് എത്ര ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഭഗവാനായിട്ട് കാണാൻ പറ്റുമോ? വഞ്ചതേച്ച പരിവഞ്ചതേച്ച. ആ രുദ്രന് നമസ്കാരം വഞ്ചിക്കുകയും തിരിച്ചു വഞ്ചിക്കുകയും ചെയ്യുന്ന രുദ്രന് നമസ്കാരം എന്നാണ്. തസ്കരാണാം പതയേ നമഃ. കള്ളന്മാരുടെ കൊള്ളക്കാരുടെ നേതാവായിട്ടുള്ള രുദ്രന് നമസ്കാരം. പല പല വർണ്ണനകളാണ്. അതെന്തിനാന്ന് അതോടുകൂടി നിർത്തിയില്ല. അതെടുത്ത് നിങ്ങൾ ലോകത്തിൽ വ്യാപിച്ചു കൊള്ളുക. എല്ലാ രൂപത്തിലും ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുമ്പില് നിൽക്കണത്. പക്ഷേ ദൂരെ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈ അദ്വൈത ദൃഷ്ടി നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനം നീങ്ങിപ്പോയി ശാന്തി വരാനാണ്. ഇത് പ്രായോഗികത്തിൽ കൊണ്ടുവരാനുള്ള സാധനമല്ല. പുലിയെ നാരായണനല്ലേ എന്ന് പോയി കെട്ടിപ്പിടിക്കാനൊന്നും പോണ്ട. പുലിയെ ദൂരത്തുനിന്ന് കണ്ടിട്ട് നാരായണൻ എന്നൊരു ഭാവം വന്നാൽ മതി ഉള്ളില്. എന്നുവെച്ചാൽ വ്യവഹാരത്തിന്റെ നിയമം വേറെയാണ്. ഈ ജ്ഞാനം വ്യവഹാരത്തിലൊന്നും ചെയ്യാനല്ല. ഈ ജ്ഞാനം വ്യവഹാരത്തിന്റെ നിയമം വേറെയാണ്, ജ്ഞാനം വേറെയാണ്. പുലി കടിച്ചു വലിക്കുമ്പോഴും പുലി വേറെയല്ല ഞാൻ വേറെയല്ല തോന്നിയ ജ്ഞാനം നിഷ്ഠയായി. പുലി മാറൊന്നുമില്ല. വിവേകാനന്ദ സ്വാമികൾ പറയേണ്ട, ഗംഗാതീരത്തിൽ ഒരു സാധുവിനെ കടിച്ചു വലിക്കുക, അത്രയും പിച്ചി ചീന്തയാണ് പുലി. അപ്പോഴും ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. പുലി തന്നെ, പുലിയും ഞാനാണ്, ഈ പിച്ചി ചീന്തുന്ന പുലിയും ഞാനാണ്, ഒന്നും ഭേദമില്ല. അപ്പൊ അദ്വൈത ദൃഷ്ടിയായി. അല്ലെങ്കിൽ ശരീരത്തില് മനസ്സ് വെച്ചുകൊണ്ട് ഈ പുലി എന്താ പിച്ചി ചീന്തനം എന്ന് ചോദിക്കാൻ പാടില്ല. ഓക്കെ, പുട്ടിങ് ദ ഹാർസ് ബിഹൈൻഡ് ദ കാർട്ട് എന്ന് പറയും. തെറ്റായി പ്രയോഗിക്കുകയാണ്. അങ്ങനെ പ്രയോഗിക്കരുത്. ഈ ജ്ഞാനം നിങ്ങൾക്ക് ശാന്തിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഉള്ളിൽ ഉപശമനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ലോകത്തിനെ മാറ്റിമറിക്കാനുള്ളതല്ല. ലോകത്തിലെ എല്ലാം മാറ്റിമറിക്കാനുള്ളതല്ല ഈ ജ്ഞാനം. നിങ്ങളുടെ ഉള്ളിൽ ശാന്തി വരുത്താനുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വികല്പം ഉണ്ടാക്കുവോ, കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുവോ, അതിന്റെയൊക്കെ പിറപ്പിടം, മൂലസ്ഥാനം അന്വേഷിച്ചു നോക്കുമ്പോ ബോധമാണ് എന്നറിയണം. ആ ബോധത്തിൽ നിന്നാണ് എല്ലാ നാമരൂപങ്ങളും പൊന്തണത്, അഭിമാനം പൊന്തണത്, ചിത്തവൃത്തികൾ പൊന്തണത്. ഇതിന്റെയൊക്കെ ഇരിപ്പിടം ശുദ്ധ ചൈതന്യമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചൈതന്യത്തിൽ നിന്ന് അന്യം എന്ത് ജനിക്കും? എല്ലാം ചൈതന്യം തന്നെ. ഈ ജ്ഞാനം വ്യവഹാരദശയില് അഭംഗുരമായ ശാന്തിയെ നിലനിർത്താൻ സഹായിക്കണം. അങ്ങനെ ഒരു സ്ഥിതി നിങ്ങൾ സാധന കൊണ്ട്, മനന നിധിധ്യാസനങ്ങൾ കൊണ്ട് നേടിയെടുക്കാമെങ്കിൽ, എന്തൊക്കെ ജ്ഞാനത്തിന് വേണമെന്ന് ഭാഗവതം പറയുന്നുണ്ട്. ജ്ഞാനം, വിജ്ഞാനം, രഹസ്യം, അംഗം എന്ന് 4 കാര്യങ്ങളാണ് ചതുശ്ലോകി ഭാഗവതത്തില് ഭഗവാൻ ഒന്നിച്ചു കൊടുക്കണത്. ജ്ഞാനം പരമഗുഹ്യം മേ യദ് വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണ ഗതിതം മയ. ഈ അംഗം എന്ന് പറയുന്നത് സാധനാചതുഷ്ടയ സമ്പത്തിയാണ്. വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, ശ്രദ്ധ, സമാധാനം ഒക്കെ. രഹസ്യം എന്ന് പറയുന്നത് ഉപാസനയാണ്. അത് ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറയുന്നത്. ഒരാളെ കണ്ടു വേറെ ഒരാളെ ഇമിറ്റേഷൻ നടത്താൻ പറ്റില്ല. ജ്ഞാനം ശാസ്ത്രജ്ഞാനമാണ്, വിജ്ഞാനം സ്വാനുഭൂതിയാണ്. ഇത്രയും ഒരു പരമ്പരയിൽ കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏഷഹ സമ്പ്രദായവിത്. ഇതാണ് അത്ര സമ്പ്രദായവിത്വം. അവിടെ ഉപാസനയുണ്ട്, അവിടെ സാധനാചതുഷ്ടയ സമ്പത്തിയുണ്ട്, ശാസ്ത്രശ്രോത്രിയനാണ്, ബ്രഹ്മനിഷ്ഠനാണ്. ഇത്രയും കൂടി 4 കാര്യങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ പൂർണ്ണത, ശാന്തി, തികവ് ഉണ്ടാവും. ഫുൾഫിൽമെന്റ്, അതാണ് ഇന്ന് ആധുനിക ഭാഷയിൽ പറയണത്. ഫുൾഫിൽമെന്റ് ഉണ്ടാവും. അതിനു മുമ്പ് ലോകത്തിൽ എന്തു ചെയ്താലും ഫുൾഫിൽമെന്റ് ഉണ്ടാവില്ല. ഒരുപാട് പണം സമ്പാദിച്ചു, ഒരു ഫുൾഫിൽമെന്റും ഇല്ല. ലോകത്തിൽ ഏറ്റവും വലിയ പ്രസിദ്ധനാണ്, എവിടെ ഫുൾഫിൽമെന്റ് അല്ലെ? പ്രസിദ്ധി നമ്മൾക്ക് എന്തോ ഒരു വെറും ഭ്രമാണ്. ഇത്രയും ആളുകൾ ഇരിക്കണം, ഇതിന് പകരം ഒരു 2 ലക്ഷം ആളുകൾ എന്റെ മുമ്പിൽ ഇരുന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാവുമോ?
ഇത്രയൊന്നും പോരാ, നമുക്ക് നാളെ പുത്തൻചന്ത മൈതാനം എടുക്കാം. എന്നിട്ട് അവിടെ ഒരു 50,000 പേരെ ചുറ്റും കൂട്ടിയിട്ട് നടുക്കിരുന്ന് ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോണത്. ഇത്രയും പേര് ഇരിക്കുമ്പോ എനിക്ക് വയറ്റിൽ വേദന വന്ന സന്തോഷം മുഴുവൻ പോകും. ഇത്രയേ ഉള്ളൂ. 50,000 പേര് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വയറുവേദനിക്കാതിരിക്കുമോ? 50,000 പേര് നിങ്ങൾ സാക്ഷാത് ഈശ്വരനാണ്, അവതാര പുരുഷനാണെന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദനിക്കാതിരിക്കുമോ? നമ്മളുടെ ശാന്തിയെ വിഷയങ്ങൾ പുറമേ നിന്നുള്ള അച്ചീവ്മെന്റിൽ കൊണ്ടുപോയി വെച്ചാൽ അശാന്തിയായിരിക്കും ഫലം. സമാധാനം ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. നിങ്ങൾ പുറമേക്ക് കെട്ടിപ്പടുത്ത കൊട്ടാരങ്ങൾ മുഴുവൻ ഒരിക്കലും വീഴും. സർവേ ക്ഷയാന്താ നിശ്ചയ പതനാന്താ സമുച്ഛ്രയാ സംയോഗ വിപ്രയോഗാന്താ മരണാന്തം ച ജീവിതം. ഭരതൻ രാമനോട് പറഞ്ഞു, തിരിച്ചു വന്ന് രാജാവായിട്ടിരിക്കൂ എന്ന് പറയുമ്പോ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ പറയണതാണ്, എന്ത് രാജ്യം ചേർത്ത് വെച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ക്ഷയാന്താ നിശ്ചയ, കെട്ടിപ്പടുത്തതൊക്കെ വീണുപോകും. പതനാന്ത സമുച്ഛ്രയാ സംയോഗ വിപ്രയോഗാന്ത, കൂടിച്ചേരുന്നവരൊക്കെ ഒരു കാലത്ത് പിരിയും. മരണാന്തം ച ജീവിതം, ജീവിക്കണവൻ ഒരു കാലത്ത് മരിച്ചു പോകും. ഇതല്ലേ ഇപ്പൊ നിങ്ങളെ ലോകത്തിൽ മുഴുവൻ കാണാൻ പോണത്. ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഇത്രയൊക്കെ ഏച്ചുകൂട്ടാനുണ്ടോന്ന്, ഇത്രയൊക്കെ മെനക്കെടാനുണ്ടോ? ശാന്തിയോടെ ഇരുന്നൂടെ, സമാധാനത്തോടെ ഇരുന്നൂടെ. ആ ശാന്തി തന്നെയാണ് ആത്മാനുഭവം, ശാന്തി തന്നെയാണ് ആത്മജ്ഞാനം കൊണ്ട് നേടിയെടുക്കേണ്ട പരമഫലം. അതുകൊണ്ടാണ് വേദം ഓരോ മന്ത്രം കഴിഞ്ഞും ശാന്തി 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 എന്ന് അവസാനിപ്പിക്കുന്നത്. ശാന്തിപാഠം ചൊല്ലിക്കൊണ്ടാണ് വേദാന്ത പാഠം ആരംഭിക്കുക. ശാന്തി പാഠത്തോടുകൂടിയാണ് പൂർത്തീകരിക്കുക. ആചാര്യസ്വാമികളുടെ കാലം മുതൽക്കുള്ള ഒരു സമ്പ്രദായമാണത്. അതിനു മുമ്പ് ഉണ്ടായിരുന്നുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചെയ്തത്. ശാന്തി നമുക്ക് മാത്രമല്ല, ദിക്കുകൾക്കും നാൽക്കാലികൾക്കും ഇരട്ടക്കാലികൾക്കും ഒക്കെ ശാന്തി ഉണ്ടാവട്ടെ എന്നാണ്. എന്നിൽ നിന്ന് ആർക്കും ഒരു വിഷമം ഉണ്ടാവാതിരിക്കട്ടെ. അഭയം സർവഭൂതേഭ്യ. ആ ശാന്തി എങ്ങനെ നേടും? ശാന്തി നേടാനുള്ളതല്ല, ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. മനസ്സ് പ്രവർത്തിക്കുമ്പോ ആ ശാന്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. രാഗദ്വേഷം ഉണ്ടാവുമ്പോ ആ ശാന്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അഭിമാനം കൊണ്ട് ആ ശാന്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആ ശാന്തിയെ നേടിയെടുക്കണമെങ്കിൽ മനസ്സിനപ്പുറം പോകണം എന്നാണ്. ഗോ ബിയോണ്ട് ദ മൈൻഡ്, ട്രാൻസെൻഡ് ദ മൈൻഡ്. മനസ്സിനപ്പുറം പോവുക, ബുദ്ധിക്ക് അപ്പുറം കടന്നു പോവുക. നിങ്ങളുടെ വ്യക്തിത്വത്തിനെ തന്നെ സാധിക്കുമെങ്കിൽ തരണം ചെയ്യാം. അഭിമാനത്തിനെ തന്നെ ഹൃദയത്തിൽ അടക്കിക്കളയുക. ഇതിനൊക്കെയാണ് അധ്യാത്മ സാധന എന്ന് പറയുന്നത്. നമ്മൾ ശാസ്ത്രീയമായി പറയണു, അനുഭവത്തിൽ വരുമ്പോ ഭഗവാന് ശരണാഗതി ചെയ്തു, ശാന്തിയായിട്ടു. എന്താ ശരണാഗതി ചെയ്തപ്പോ നടന്നത്? എന്റെ അഭിമാനത്തിനെ ഭഗവാന്റെ ചോട്ടിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു. ഇനിയൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും. ഇനി ഞാനൊന്നിനും ആളല്ല, ഭഗവാന്റെ അടുത്ത് എല്ലാം ഏൽപ്പിച്ചു എന്ന് പറയുമ്പോ സമാധാനമായി. ആ സമാധാനം എവിടുന്ന് വന്നു? അഭിമാനം അതിന്റെ ഹൃദയസ്ഥാനത്തില്, മൂലസ്ഥാനത്തില് ലയിച്ചു. അതിനെ വിചാരം കൊണ്ട് ശമിപ്പിക്കണത് ജ്ഞാനമാർഗം. ഗുരുവിന്റെ മുമ്പിലോ ഭഗവാന്റെ മുമ്പിലോ ഒരു സന്നിധി വിശേഷത്തിൽ അടങ്ങണത് ഭക്തി. പക്ഷെ അടങ്ങിയ ആള് ആ പിറപ്പിടത്തിനെ കണ്ട് അത് തന്റെ സ്വരൂപമാണെന്ന് അറിയുമ്പോൾ അത് ജ്ഞാനമാവും. വിചാരം ചെയ്യുന്ന ആള് ആ പിറപ്പിടത്തിനെ അഖണ്ഡമായ പൂർണ്ണവസ്തുവായി അറിയുമ്പോൾ അയാളുടെ ഉള്ളിൽ ഭക്തിയുടെ മാധുര്യം ഉണ്ടായേ ഒക്കൂ. ഭക്തി ആത്മാനുഭൂതിയാണ്. ഭക്തി ഭാഗവതത്തില് ഭക്തി എന്ന് പറയുന്നത് ആത്മാനുഭവമാണ്. നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ. പഞ്ചമസ്കന്ധത്തില് ഭക്തിയെ വ്യാഖ്യാനിക്കണു. മുക്തി കിട്ടിപ്പോകും, ഭക്തി കിട്ടില്ല എന്നൊരു ശ്ലോകമുണ്ട് ഭാഗവതത്തില്. സാധാരണ ഭക്തിപക്ഷപാതികളായിട്ടുള്ളവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ശ്ലോകം അത്. ഈ ജ്ഞാനപക്ഷപാതികളായിട്ട് ചിലർക്ക് ഭക്തിയെ വിരോധമുണ്ട്, അതേപോലെ ഭക്തിപക്ഷപാതികളായിട്ട് ചിലർക്ക് ജ്ഞാനവിരോധമുണ്ട്. ഇതൊക്കെ അരകുറകളാ. തമിഴില് തിരുമൂലർ എന്ന് പറഞ്ഞ ഒരു സിദ്ധൻ പാടി, അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ
அன்பே சிவமாவது யாரும் அருகிலார், அன்பே சிவமாவது யாரும் அறிந்தபின் அன்பே சிவமாய் അമർന്നിരുന്നാരേ. ജ്ഞാനം വേറെ ഭക്തി വേറെന്ന് ആര് പറയണോ അവന് ജ്ഞാനവും അറിയില്ല, ഭക്തി അറിയില്ല. ഇത് രണ്ടിന്റെയും സ്വരൂപം അറിഞ്ഞവൻ അൻപേ ശിവമായി അമർന്നിരുന്നാരേ എന്നുവെച്ചാൽ ആ പ്രിയം തന്റെ പിറപ്പിടമായ മൂലസ്ഥാനത്തിൽ ഇരിക്കുന്ന വസ്തു അത് തന്നെ ശിവം, അത് തന്നെ അൻപ്. അതിന് താൻ വേറെയല്ലാതെ അന്യമല്ലാതെ താൻ അത് തന്നെ സ്വരൂപമായിട്ട് ഇരുന്നു. അപ്പൊ ഇങ്ങനെ വിരോധമുള്ളവർക്ക് ഭാഗവതത്തിൽ ഈ ശ്ലോകം വളരെ ഇഷ്ടമാണ്. മുക്തിം ദദാതി കർഹിചിത് സ്മ നതു ഭക്തിയോഗം. മുക്തിയെ കൊടുത്തു പോകും ഭഗവാൻ, പക്ഷെ ഭക്തിയെ കൊടുക്കില്ല എന്നാണ്. മുക്തിയൊന്നും കൊടുക്കേണ്ട സാധനമൊന്നുമല്ല. ഭാഗവതം തന്നെ പറഞ്ഞത് അജ്ഞാനം നീങ്ങിയാൽ നമ്മളുടെ ആത്മാവിന്റെ പേരാണ് മുക്തി എന്നാണ്. മുക്തിർ ഹിത്വാന്യഥാഭാവം സ്വരൂപേണ വ്യവസ്ഥിതി. താനല്ലാത്തതൊക്കെ വിട്ടു കഴിയുമ്പോ തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണോ അതാണ് മുക്തി. അവിദ്യ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ അഹം എന്ന അനുഭവം തന്നെ മുക്തിയാണ്. അപ്പൊ നമുക്കറിയാം ഈ അഹം എന്ന അനുഭവത്തിൽ ശരീരമൊന്നുമില്ല, അഹം എന്ന അനുഭവത്തിൽ മനസ്സോ ബുദ്ധിയോ ഒന്നുമില്ല, അഹം എന്ന അനുഭവത്തിൽ പ്രപഞ്ചമില്ല, അഹം എന്ന അനുഭവത്തിൽ പുരുഷൻ സ്ത്രീ വർണ്ണാശ്രമാദി ഭേദങ്ങളോ സ്ത്രീ പുരുഷാദി ഭേദങ്ങളോ ലിംഗഭേദങ്ങളോ ഒന്നും തന്നെ ആ ശുദ്ധ ചിദ് വസ്തുവിലില്ല. അപ്പൊ ചിദ്രൂപം മാത്രമായിട്ടിരിക്കുന്ന ജ്ഞാനിക്ക് ഈ ഭേദങ്ങളൊന്നും ഇല്ലാന്ന് അറിയുമ്പോ അയാൾക്ക് അറിയണത് എന്താ? മുക്തി സ്വതസിദ്ധമാണ്. തനിക്ക് മാത്രമല്ല എല്ലാരും അതാണല്ലോ എന്നാണ് അവന് കാണുന്നത്. അഖിലരും അത് തന്നെ. അനുഭവശാലികളാം ഇതോർക്കിൽ ആരും. ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകാണ് നാരായണ ഗുരുസ്വാമി പറയണത്. സത്യം അറിഞ്ഞ ആൾക്ക് അനുഭവശാലികളാം ഇതോർക്കിൽ ആരും എന്നാണ്. എല്ലാരും അനുഭവശാലികളാണെന്ന് തോന്നുന്നത്. അനുഭവം ഇല്ലാത്തവൻ ആര്? എല്ലാവർക്കും അതിന്റെ അനുഭവമുണ്ട്. നമ്മൾ അജ്ഞാനികൾ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകൾക്ക് പോലും എപ്പോഴാ അവരുടെ ഉള്ളിൽ ജ്ഞാനസ്ഫൂർത്തി വരിക എന്ന് പറയാൻ വയ്യ. അജ്ഞാനികളെന്ന് വാസ്തവത്തിൽ ഒരു വരം വിട്ട് വയ്ക്കാനേ ഒക്കില്ല. പരമദുഷ്ടന്മാരെ എപ്പോ ജ്ഞാനികളാവെന്ന് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ജ്ഞാനം പൊട്ടൻഷ്യലി എല്ലാവരുടെ ഉള്ളിലുണ്ട്. സാധാരണ മനുഷ്യർ പോലും ചിലപ്പോൾ വ്യാധി ഒന്ന് വിഷമിക്കുമ്പോഴൊക്കെ അവസാനം നല്ല സ്ഥിതപ്രജ്ഞന്മാരെ പോലെ സമാധാനമായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആസ്പത്രിയിലൊക്കെ പോയി നോക്കൂ. നമ്മൾ വിചാരിക്കുന്നത് ജ്ഞാനികളുടെ മാത്രം ലക്ഷണമാണെന്ന്. അല്ല, അവരെന്തുകൊണ്ട് അങ്ങനെ ഇരിക്കണോ? അത് സ്വരൂപമാണത്. അത് ചിലപ്പോ ചില കാരണങ്ങൾ കൊണ്ട് ചിലരിൽ സ്വാഭാവികമായി കുറച്ചു നേരത്തേക്ക് വരും. പക്ഷെ അത് അവരുടെ സ്വഭാവമാണെന്ന് അറിയാത്തത് കൊണ്ട് ആ അറിവിന്റെ ആനന്ദം അവർക്ക് വരണില്ല, അത്രയേ ഉള്ളൂ. ആ സാമ്രാജ്യത്തിൽ അവൻ ഇരിക്കണില്ല, അത്രയേ ഉള്ളൂ. ഖണ്ഡമായിട്ട് തന്നെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ കയറ് പാമ്പാണെന്ന് എത്ര തന്നെ ധരിച്ചാലും കയറ് പാമ്പാവണില്ലല്ലോ. അതേപോലെ ഞാൻ അജ്ഞാനിയാണ്, എനിക്ക് ദുഃഖമുണ്ട്, എനിക്ക് ഇനി എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്നൊക്കെ ധരിച്ചാലും നമ്മളുടെ ആത്മാനുഭവം നഷ്ടപ്പെട്ടൊന്നും പോണില്ല. ഇത് നഷ്ടപ്പെട്ടു പോകണില്ലെന്നും ആത്മാനുഭവം സ്വതസിദ്ധമാണെന്നും അജ്ഞാനം ആത്മാവിലില്ലെന്നും ഒക്കെ ഗുരുകൃപ കൊണ്ട് വിചാരം ചെയ്ത് അറിഞ്ഞ് ആ ആവരണം അങ്ങോട്ട് നീക്കി കഴിയുമ്പോ എപ്പോഴും ഉള്ളതായ സ്വരാജ്യ സാമ്രാജ്യത്തിന് നമ്മൾ അധിപതികളാണ് എന്ന് അറിയണു, അത്രേ ഉള്ളൂ. സസ്വരാട് ഭവതി സർവേഷു ലോകേഷു കാമചാരോ ഭവതി. ശ്രുതി പറയണത് അവൻ സ്വരാടായിട്ട് തീരണു. അവൻ സ്വരാടായ ശേഷം ഞാൻ ആത്മസാക്ഷാത്കാരം നേടി എന്ന് തോന്നുന്നില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. അറിയാം അയാൾക്ക് തനിക്ക് കിട്ടിയിട്ടുള്ള വൈലക്ഷണ്യം അറിയാതെയല്ല, അറിയാം. കിട്ടിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയവുമില്ലാതെ എനിക്ക് അനുഭവമുണ്ടെന്ന് മഹാപുരുഷന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രഭാഷണത്തിൽ പറയും, യാതൊരു സംശയവുമില്ലാതെ ഈ അനുഭവമുണ്ട്, ആര് വേണമെങ്കിലും വരട്ടെ, ഇതിനി ചലിപ്പിക്കാനൊക്കെ ഇല്ല എന്ന് പറയും. അത് അഭിമാനം കൊണ്ട് പറയണതല്ല, അത് വാസ്തവസ്ഥിതിയെ പറയാണ്. പക്ഷെ അതേസമയം വരുന്ന ആളുകളോടൊക്കെ നമുക്ക് ആശ്ചര്യം. സാറിന്റെ അടുത്ത് ഇരിക്കണപ്പോ പലപ്പോഴും തോന്നും, പലരും പറഞ്ഞിട്ടുണ്ട്, ആരോ കയറി വരും സാറെ കാണാനായിട്ട്. കണ്ടില്ലേ, ഇദ്ദേഹത്തിന് അറിയില്ലേ, ബ്രഹ്മനിഷ്ഠനാണ് എന്ന് പറയും. ആരെങ്കിലും ഒരാൾ വരും, അയാളെ കാണിച്ചു തന്നിട്ട് ജ്ഞാനനിഷ്ഠയാണ്, ഉറച്ചിരിക്കുക എന്നൊക്കെ പറയും. ഇത് തോന്നും നമുക്കിത് എന്തായത് അവര് വർത്തമാനം പറയണത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ വർത്തമാനം അവരുടെ ഉള്ളിൽ നിന്ന് വരും. അയാളെ കണ്ടിട്ടാണ് പറയണത് ജ്ഞാനനിഷ്ഠനാണ്, ബ്രഹ്മനിഷ്ഠനാണെന്നൊക്കെ പറയും.
അയാളത് ധരിച്ചു വെച്ച അയാൾ കുഴപ്പത്തിലാവും. കാര്യം പറയാം. അതിനെ എടുക്കേണ്ട വിധത്തിൽ എടുക്കണം. അതിനെ തന്റെ സ്വരൂപത്തിനെ കുറിക്കണതാണെന്ന് ധരിച്ച് അയാൾ സ്വാനുഭവത്തിന് ഉപയോഗിച്ചാൽ കൊള്ളാം. അല്ലാതെ ബാലകൃഷ്ണൻ നായർ സാർ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, ഞാൻ ബ്രഹ്മനിഷ്ഠനാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മനിഷ്ഠ സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സംസാരമൊന്നും വിട്ടുമാറില്ല, ദുഃഖം ബാക്കി നിൽക്കും, വിഷമം ബാക്കി നിൽക്കും. അത് അദ്ദേഹത്തിന്റെ ദർശനാണ്. കാണുമ്പോ ജ്ഞാനനിഷ്ഠനാണ്, ബ്രഹ്മനിഷ്ഠനാണ്. കണ്ടില്ലേ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് മഹാപുരുഷന്മാർക്ക് എല്ലാം അങ്ങനെ പോകും. തിരുവണ്ണാമലയിൽ ഒരു യോഗി ഉണ്ടായിരുന്നു, രാം സുരത് കുമാർ. ഇങ്ങനെ രാമനാമം ജപിച്ച് നടക്കുക അനേക വർഷങ്ങൾ, 40-50 വർഷം അവിടെ അരുണാചലേശ്വർ കോവിലുണ്ടായിരുന്നു. അവസാന കാലത്ത് ഒരിക്കല് വളരെ പ്രസിദ്ധമായ ഒരു സംഗീതക്കാരൻ അയാൾ വന്നപ്പോ യോഗി പറഞ്ഞു, എല്ലാവർക്കും അറിയുന്ന ആളാണ്, പക്ഷെ പേര് ഞാൻ ഇപ്പൊ പറയണില്ല. അപ്പൊ പറഞ്ഞു, വിൽ ഹി സിംഗ് ഫോർ ദിസ് ബെഗർ ചോദിച്ചു. ഈ ഭിക്ഷക്കാരന് വേണ്ടി ഇവൻ പാടുമോ എന്ന് ചോദിച്ചു. പാടിയപ്പോ ഹൗ ബ്യൂട്ടിഫുള്ളി ഹി സിംഗ്സ്. നല്ലവണ്ണം ഇംഗ്ലീഷ് പറയും. അദ്ദേഹം ബീഹാറിയാണ്, തമിഴ് കുറച്ച് കൊച്ചായിട്ട് പറയും. അപ്പൊ വിൽ ഹി സിംഗ് ഫോർ ദിസ് ബെഗർ എന്ന് ചോദിച്ചു. പാടി. ഹൗ ബ്യൂട്ടിഫുള്ളി ഹി സിംഗ്സ്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, വിൽ ഹി അഗെയിൻ സിംഗ് ഫോർ ദിസ് ബെഗർ എന്ന് ചോദിച്ചു. പിന്നെയും പാടി. 3-4 പ്രാവശ്യം സന്തോഷിച്ച് ആസ്വദിച്ചിട്ട് ആ പാടിയ ആൾക്ക് വളരെ സന്തോഷമായി. തന്റെ പാട്ടിനെ അദ്ദേഹം എത്ര സ്തുതിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാക്ക വന്ന് അവിടെ ഇരുന്ന് കാക്കാന്ന്. ഹൗ ബ്യൂട്ടിഫുള്ളി ദിസ് ക്രോ സിംഗ്സ്. അതേ ഭാവത്തോടെ നമ്മൾ ചിരിക്കണു. അദ്ദേഹത്തിന് ഒരു വ്യത്യാസമില്ല. ഇതെങ്ങനെ ആസ്വദിച്ചോ അതേപോലെ തന്നെ ആ കാക്കയെ നോക്കിക്കൊണ്ടിരുന്ന് അതിങ്ങനെ ശ്രദ്ധയോടെ കേട്ടിട്ട് ഹൗ മെലോഡിയസ്ലി ദിസ് കാക്കയുടെ ശബ്ദം കേൾക്കാം. എന്നുവെച്ചാൽ ആ ശബ്ദം പുറപ്പെടുന്ന ഉറവിടം, ആ മൂലസ്ഥാനം മാത്രമേ അവർ നോക്കണു. അതിന് എന്ത് ശബ്ദം വരണു, എന്തു പറയണു എന്നുള്ളതൊന്നും മുഖ്യമല്ല. ആ പിറപ്പിടം മാത്രമേ നോക്കൂ. അതിലുള്ള ആ വസ്തുവിനെ കാണുമ്പോൾ ഉള്ള ആനന്ദം, ലഹരി. അതാണ് അൻവീക്ഷികീ വിദ്യ എന്ന് ഭാഗവതം അതിനൊന്ന് മാറ്റി പറഞ്ഞു. അൻവീക്ഷികീന്ന് ശാസ്ത്രത്തിൽ വേറെ വിദ്യ പറയണം, പക്ഷെ ഭാഗവതത്തിൽ പറഞ്ഞു ഈ വസ്തുക്കളില് ഭഗവാനെ അനുവീക്ഷണം ചെയ്യുന്നതാണ് അൻവീക്ഷികീ വിദ്യ എന്ന്. ഓരോന്നിന്റെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ യഃ പൃഥിവ്യാം തിഷ്ഠൻ യഃ പൃഥിവ്യാഃ അന്തരോ യം പൃഥിവീന വേദ യസ്യ പൃഥിവീ ശരീരം യഃ പൃഥിവീമന്തരോ യമയതി ഏഷതേ ആത്മാ അന്തര്യാമി അമൃതഃ. ആര് ഭൂമിയിലിരിക്കണോ, ആരെ ഭൂമിയെ അറിയണില്ലയോ, ആര് ഭൂമിയിലിരുന്ന് ഭൂമിയെ നിയന്ത്രിക്കണോ, അവൻ തന്നെയാണ് എന്റെ ഉള്ളിലിരിക്കുന്നത്. ഇങ്ങനെ ആകാശത്തില്, ദ്യൗല്, സൂര്യനില്, ചന്ദ്രനില്, വായുവില് സർവഭൂതേഷു തിഷ്ഠൻ യം സർവഭൂതാനി ന വിദുഃ. ആരെല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിരുന്നു, അവൻ തന്നെയാണ് എന്റെ ഉള്ളിലിരിക്കണത്. ഈ ദർശനം സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് അനുഭവിച്ചവന്റെ സ്ഥിതിയിൽ എല്ലാവരും അത് തന്നെ, അഖിലരും അത് തന്നെ. അപ്പോ അഖണ്ഡക സാമ്രാജ്യം എന്നാണ്, മുള്ളില്ലാത്ത സാമ്രാജ്യം, ശത്രുവില്ലാത്ത സാമ്രാജ്യം. എന്നുവെച്ചാൽ ഇനിയിപ്പോ അയാൾക്ക് നഷ്ടപ്പെട്ടേ പോകില്ല എന്നാണ്. ദേവന്മാര് പോലും അയാൾക്ക് കുറുക്കെ നിൽക്കാൻ പറ്റില്ല. കാരണം ദേവന്മാരുടെയും ആത്മാവായി തീർന്നിരിക്കുന്നു അവൻ. സകലരും അവന് തന്റെ തന്നെ സ്വരൂപമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാമതൊരു വസ്തു ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോ ആരോട് പോയി ശണ്ട കൂടും? ബാലകൃഷ്ണൻ നായർ സാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്, വാസിഷ്ഠത്തിലെ ശ്ലോകമാണ്. ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പരാഹ ബ്രഹ്മാഹം ബ്രഹ്മമച്ഛത്രു ബ്രഹ്മമത് മിത്രബാന്ധവാഹ. ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പരാഹ. എന്റെ ഉള്ളില് ചിത്സ്വരൂപമായി പ്രകാശിക്കുന്നത് എന്തോ അത് ബ്രഹ്മമാണ്. അത് ആദ്യം പറഞ്ഞു വെച്ചു. ബ്രഹ്മചിത് ബ്രഹ്മഭുവനം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണ്. ബ്രഹ്മഭൂത പരമ്പരാഹ, ഈ പ്രാണിജാതങ്ങൾ മുഴുവൻ ബ്രഹ്മമാണ്. ബ്രഹ്മാഹം, എന്റെ വ്യക്തിത്വം ഉണ്ടല്ലോ അതും അത് തന്നെ. ബ്രഹ്മമത് ശത്രു, എന്റെ ശത്രുവായിട്ട് ആരറിയപ്പെടുന്നുണ്ടോ അവനും അത് തന്നെ. ബ്രഹ്മമത് മിത്ര ബാന്ധവാഹ. ആ ആനന്ദം, ആ ആനന്ദമാണ് ആത്മാരാമന്റെ വലിയ സമ്പത്ത്. യസ്ത്വാത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ.
തസ്യ കാര്യം ന വിദ്യത്തെ. ആത്മാവിലെ രമിച്ച് ആത്മാവിലെ ആനന്ദ തിമിർപ്പോടുകൂടെ ഇരിക്കുന്ന ആള്, ഉന്മത്തനെ പോലെ ഇരിക്കുന്നവൻ, ആ ലഹരിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്നവൻ, അവനാണ് ജ്ഞാനി. അവന് ആനന്ദം ശരീരത്തിലോ പ്രപഞ്ചത്തിലോ മറ്റു വസ്തുക്കളിലോ ശത്രുമിത്രാദികളിലോ കിട്ടുന്ന ദ്രവ്യങ്ങളിലോ ഒന്നുമില്ല. ആ വലിയ നിധി, നഷ്ടപ്പെട്ടു പോകാത്ത നിധി. അരുണാചല അക്ഷരമണമാലയില് രമണ ഭഗവാൻ പറഞ്ഞു, തേടാതുറ്റനൽ തിരുവരുൾ നിധി. അല്പം പോലും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ അന്വേഷിക്കണം? അത് തന്നെയാണ് തിരു അരുൾ നിധി എന്നാണ്. ഇറ്റ്സ് ദ സോഴ്സ് ഓഫ് ഗ്രേസ്. കൃപ എന്ന് പറയുന്നത് അവിടുന്ന് പ്രവഹിക്കുന്ന ചിത് സ്പന്ദനമാണല്ലോ. അതുകൊണ്ട് തിരുവരുൾ നിധി അന്വേഷിക്കാൻ പോലുമില്ല, അതവിടെ ഉണ്ട്, സ്വീകരിച്ചാൽ മതി. ഇനി ആരാധിക്കാനുള്ള കുറേ ഉള്ളൂ. അത് കിട്ടിയിരിക്കണോ? കിട്ടിയിട്ടുണ്ടെന്ന് അറിയണത് ജ്ഞാനം, അറിഞ്ഞതിൽ രമിക്കണത് ഭക്തി. നിത്യാനുഭൂത നിജലാഭ. നിത്യാനുഭൂതമാണ്, പക്ഷെ അറിഞ്ഞില്ല. ഒരു സാധനം സ്വത്തുണ്ട്, പക്ഷെ നമ്മളുടെ കൈക്ക് കിട്ടിയിട്ടില്ല. എവിടെയോ കുഴിച്ചിട്ടിരിക്കണു, കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ള മറ്റുള്ളൂ. വീട്ടിനകത്ത് തന്നെയുണ്ട്, അതിന്റെ മേലെ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. അഹരഹ ഗച്ഛന്തി. സ്വർണം കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ കൂടെ നടക്കണ പോലെ ദാരിദ്ര്യാണ്. ഉണ്ണാനില്ല, ഉടുക്കാനില്ല, പരമ്പര സ്വത്ത് ഒരുപാട് കിടക്കും. അതുപോലെ ഉള്ളിലുണ്ട്, നമ്മൾക്ക് ഒന്നിന്റെയും കുറയില്ല. കുറയുണ്ട് എന്ന് നിങ്ങൾ പറയും. ശരീരത്തിൽ കുറയില്ലേ? ഇപ്പോ നിങ്ങൾ സ്വാമിക്കിപ്പോ പറയാം, ശരീരത്തിൽ വിഷമല്ലേ, മനസ്സിൽ വിഷമല്ലേ, കുടുംബത്തിൽ എത്ര വിഷമം ഉണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനും സ്വീകരിക്കാം. പക്ഷെ പരിഹാരം എന്താ? തീർക്കുവോ? നിങ്ങള് തീർത്താ തീരുവോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം, ഉണ്ട് എന്നുള്ളത് അറിയാം. ഉണ്ട് എന്ന് പറയുന്നത് തീർത്താ തീരുവോ? ശരീരത്തിന്റെ വിഷമങ്ങൾ തീർത്താ തീരുവോ? മനസ്സിന്റെ വിഷമങ്ങൾ തീർത്താ തീരുവോ? സാംസാരികങ്ങളായ പ്രശ്നങ്ങൾ തീർത്താ തീരുവോ? മുമ്പില് തീർത്താ തീരാതെ അനന്തമായിട്ട് കിടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ വിട്ടുകഴിഞ്ഞാൽ മഹതി വിനഷ്ടി. ഉപനിഷത്ത് പറഞ്ഞു അനന്തകാലത്തിലേക്ക് നിങ്ങൾ നഷ്ടത്തിൽ വീണുപോകുന്നതാണ്. ഇപ്പോഴേക്കോ നാളേക്കോ അല്ല, മഹതി വിനഷ്ടി. ഇപ്പോ ഇവിടെ നിങ്ങൾ സത്യത്തിനെ അറിയുമെങ്കിൽ അത സത്യമസ്തി. ഇഹ ചേതവേദീത് അത സത്യമസ്തി, നചേത് ഇഹ അവേദീത് മഹതി വിനഷ്ടി. ഇപ്പൊ നിങ്ങൾ അറിയുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. ഇപ്പൊ അറിയണില്ലേ, ഇനിയിപ്പോ നാളെ എഴുതി കൊണ്ടുപോയിട്ട് നിങ്ങൾ CD വാങ്ങി കേട്ടിട്ട് അറിയാം, ഒന്നും പ്രയോജനപ്പെടില്ല. ഇപ്പൊ കാണുകയാണെങ്കിൽ എന്താ വസ്തു ഇപ്പൊ ഉണ്ട്. പ്രതിബോധവിദിതം മതം. ടൈം എന്ന് പറയണത് ഇപ്പോ എന്നുള്ളതാണ്. കാലം എന്ന് പറയണത് ഇപ്പോവാണ്, വർത്തമാന കാലമാണ്. ഇപ്പോ അടുത്തതെന്ന് പറഞ്ഞ് ജനിച്ചിട്ടില്ല, കഴിഞ്ഞു പോയത് പോയി. കഴിഞ്ഞുപോയ ക്ഷണത്തിന് റീവൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. മെമ്മറിയിൽ കൊണ്ടുവരാം, മെമ്മറി എക്സ്പീരിയൻസ് അല്ല. സ്മൃതി എന്ന് പറയുന്നത് അനുഭവമല്ല, അത് വെറും പുസ്തകം പോലെ തന്നെ. ഇവിടെ എഴുതി വെക്കണതിന് പകരം ഇവിടെ എഴുതി വെച്ചിരിക്കണം, അത്ര തന്നെ. കഴിഞ്ഞ വർഷം ഇപ്പൊ അനുഭവിക്കാൻ പറ്റുമോ? വെറുതെ ഓർമ്മയിൽ കൊണ്ടുവരാൻ പറ്റും, അത്ര തന്നെ. ആ ഓർമ്മയൊന്നും പെർഫെക്റ്റും ആയിരിക്കില്ല. അത് പെർഫെക്റ്റ് ആയിട്ടുമ്പോ വലിയ കാര്യമൊന്നുമില്ല. മെമ്മറി എന്ന് പറയുന്നത് വെളിയിലുള്ള ഒരു വസ്തുവാണ്. സ്മൃതി, ഓർമ്മ എന്ന് പറയുന്നത് വെളിയിലുള്ള ഒരു വസ്തുവാണ്. അത് അനുഭവിക്കാൻ ഒക്കില്ല. അനുഭവം ഈ ക്ഷണത്തിന് ക്ഷണത്തിനുള്ളതാണ്. ബോധം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം എന്നർത്ഥം. ഇപ്പോ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ മനസ്സിന് പിടിക്കാൻ ഒക്കില്ല. ശ്രദ്ധിക്കുമ്പോഴേക്കും ഭൂതകാലാവും. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്ന് 3 കാലം പറയണു. അത് വ്യാകരണത്തിലുണ്ട്. അനുഭവത്തില് ഭൂതകാലമില്ല, ഭാവി കാലവുമില്ല. ഭൂതകാലത്തിനെ അനുഭവിക്കാൻ ഒക്കുവോ? തൊടുമ്പോഴേക്കും പോയി. മനസ്സിന് വർത്തമാനകാലത്തിനെ തൊടാൻ പറ്റില്ല.
ആശ്ചര്യം നോക്കൂ, ഉള്ളത് വർത്തമാനകാലമാണ് അല്ലേ അല്ലേ? കഴിഞ്ഞുപോയ വർത്തമാനകാലത്തിനെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയണത്. വരാൻ പോണ വർത്തമാനകാലത്തിനെയാണ് ഫ്യൂച്ചർ എന്ന് പറയണത്. പക്ഷെ മനസ്സ് അപ്പൊ ഉള്ളത് വർത്തമാനമാണ്, പ്രസന്റ് ടെൻസ് ആണ്. പക്ഷെ അതിന് മനസ്സിന് തൊടാൻ പറ്റുമോ? മനസ്സ് തൊടുമ്പോഴേക്കും പ്രസന്റ് പാസ്റ്റ് ആവും. ഇതിന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് തെളിയും, മനസ്സിന് സത്യത്തിനെ തൊടാൻ ഒക്കില്ല. തൊടുമ്പോഴേക്കും അത് കള്ളായിട്ട് തീരും. നിങ്ങൾ മനസ്സിൽ എന്ത് രജിസ്റ്റർ ചെയ്തോളൂ, അത് നുണയാണ്. മനസ്സിൽ നിങ്ങൾ എന്തൊക്കെ എനിക്ക് തോന്നുന്നു, തോന്നിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ തോന്നട്ടെ, അത് നുണയാണ്. ഒരു യോഗ വിദ്യ എന്താന്ന് വെച്ചാൽ മനസ്സിൽ പലതും തോന്നും. അപ്പൊ ഉള്ളിൽ പറഞ്ഞോളൂ, തോന്നുകയല്ലേ, തോന്നിക്കോട്ടെ. മനസ്സിലല്ലേ, അതിന്റെ സ്വഭാവമാണ്, തോന്നിക്കോട്ടെ. ഒരാൾ എന്നോട് ചോദിച്ചു, സ്വാമിക്ക് ഞങ്ങളുടെ മനസ്സൊക്കെ അറിയാൻ പറ്റുമോ? എന്താ, എനിക്കെന്ത് മുനിസിപ്പാലിറ്റി ക്ലീനിങ് ആണോ പണി? പലതും തോന്നും. തോന്നുന്നതൊക്കെ എങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്ന എന്താ അർത്ഥം? വരും പോകും, വരും പോകും, വരും. മനസ്സെന്ന് പറയുന്നത് വെറും പ്രകൃതിയാണ്, മായയാണ്. കഴിഞ്ഞുപോയ പലതും ഇപ്പൊ നമ്മൾ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ മനസ്സെന്ന് പഠിച്ചതാണ്. മനസ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിത്. അപ്പൊ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടില്ലേ, ഓരോ ഇടുക്ക് വിദ്യകള്, ഇതൊക്കെ വെച്ചിട്ട് ചെയ്യണത് മനസ്സ് ചെയ്യുന്ന അതേ കാര്യമാണ്. അത് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കും, പിന്നീട് ഉപയോഗിക്കാനാണ്. പക്ഷെ അപ്പോഴും അനുഭവം ഫ്യൂച്ചറിൽ വരില്ല, ഇപ്പൊ വന്നാലേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു തരുമ്പോ കാണണം. തത്വമസി എന്ന് പറയുമ്പോ അഹം എന്നുള്ള അനുഭവം ആവരണമൊഴിഞ്ഞു പ്രകാശിക്കണം. അഹം എന്ന അനുഭവം സച്ചിദമൃതമായിട്ട് പ്രകാശിക്കണം. ശുദ്ധ പ്രജ്ഞ, ശുദ്ധബോധമായിട്ട് പ്രകാശിക്കണം. ഇതിനകത്ത് ഒരു ബുദ്ബുദത്തിന്റെ ഉള്ളിൽ, ഒരു കുമിളയുടെ ഉള്ളിൽ ആകാശം കാണുന്ന പോലെ ഈ ഹൃദയസ്ഥാനത്തിലുള്ള ഈ ചിത്ത് ദേശകാല പരിധികൾ വിട്ട് അപരിമിതമായ അഖണ്ഡ പ്രജ്ഞയായിട്ട് അനുഭവപ്പെടുന്നു. അതാണ് ശ്രദ്ധിക്കണില്ലേ, അത്രയേ ഉള്ളൂ. ദേശകാലങ്ങളുടെ പരിമിതിയിൽ പെടാതെ, ടൈം സ്പേസ് കോസഷന്റെ ഒരു വിധത്തിലുള്ള ഒരു പരിമിതികളും വരുതികളും ഇല്ലാതെ അഖണ്ഡ പ്രജ്ഞയായിട്ട് ഈ നമ്മളുടെ തന്നെ ഇരുപ്പ്, അസ്തിത്വം, നമ്മളുടെ തന്നെ ഉണർവ്, നമ്മളുടെ തന്നെ അഹം എന്നുള്ള ബോധം, നമ്മളുടെ തന്നെ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ ഉണ്മയായ സ്വരൂപം ആകാശവൻ നിർമ്മല നിർവികൽപ്പം നിസ്സീമ നിസ്പന്ദന നിർവികാരം അന്തർബഹിശൂന്യം അനന്യമദ്വയം സ്വയം പരം ബ്രഹ്മ കിമസ്തി ബോധ്യം. ആചാര്യസ്വാമികൾ ചോദിക്കും, നീ എന്താപ്പ പറഞ്ഞു തരാനുള്ളത്, എന്താപ്പ അറിയാനുള്ളതെന്നാണ്. നീ അത് തന്നെ, നീ ആ പൂർണ്ണവസ്തു തന്നെ. അതിനെ ദേശികൻ പറയുമ്പോ തദസ്മി പ്രഭോ എന്ന് സ്വീകരിക്കുന്നവനാണ് ആ ക്ഷണത്തിൽ പൂർണ്ണനാവുകയാണ്. അതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. ആചാര്യസ്വാമികളെ ശതശ്ലോകിയില് പറയണു, ഈ ചിന്താമണി കൊണ്ട് ഒരു ഇരുമ്പ് തൊട്ടാൽ ആ ലോഹം സ്വർണമാവും. അതാണ് ഒരു ഉദാഹരണം പറയാം. അതുപോലെ ഗുരുവിന്റെ സമ്പർക്കത്തിൽ വരുമ്പോ ഒരാള് പൂർണ്ണനാവും. അപ്പൊ ചിന്താമണി കൊണ്ട് ലോഹത്തിനെ തൊട്ടാൽ ലോഹം സ്വർണ്ണമാവും. പക്ഷെ ചിന്താമണിയോട് ഗുരുവിനെ ഉപമിക്കരുത് എന്നാണ്. എന്താന്ന് വെച്ചാൽ ചിന്താമണി ഒരു ലോഹത്തിനെ സ്വർണമാക്കുമെന്നല്ലാതെ ചിന്താമണിയാക്കി തീർക്കില്ല. പക്ഷെ ഗുരു ശിഷ്യനെ താൻ തന്നെ ആക്കി തീർക്കുന്നു എന്നാണ്. സ്വീയം സാമ്യം വിധത്തെ, തന്റെ തന്നെ സ്വരൂപമാക്കി തീർക്കുന്നു. താൻ വേറെയല്ല, നീ ആരീ നടുവിൽ എന്തെങ്കിലും ഒരു വേദം നിർത്തുമ്പോ അവൻ ഗുരുവല്ല എന്നാണ്. നനൗ പശ്യന്തി കവയഃ ഛിദ്രം ജാതു മനാഗപി ത്വമേവാഹം വിചക്ഷ്വഭോഃ. ത്വമേവാഹം വിചക്ഷ്വഭോഃ, നീ തന്നെ ഞാൻ എന്നാണ്. അത് ചിലപ്പോ എവിടുന്ന് കേൾക്കും പറയുമ്പോ, ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ കാളിദാസന്റെ കഥയൊക്കെ കേൾക്കുമ്പോ കേട്ടു. അപ്പൊ ഒന്നും മനസ്സിലായില്ലേ ഇത്. കാളിദാസൻ കാളി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ ചോദിച്ചു അത്രേ, നീ ആരാണെന്ന് ചോദിച്ചു അത്രേ കാളിയുടെ അടുത്ത്.
അപ്പൊ കാളിദാസനോട് പറഞ്ഞു, ത്വമേവാഹം ന സംശയ, ത്വമേവാഹം ന സംശയ എന്ന് പറഞ്ഞു. അപ്പൊ കാളി തന്നെ ഗുരു അദ്ദേഹത്തിന്, നീ തന്നെ ഞാൻ വേറെയല്ല, നീ ഇത് പറയാനാണ് ഗുരു. യു ആർ മീ, ഐ ആം യു. രണ്ടും ഒന്ന് തന്നെ, ഭേദമില്ല. ഈ അനുഭവം ഉള്ളിൽ പ്രകാശിക്കാൻ ഒരു കാരണമാണ് ഗുരു. നീ നാൻ അരപ്പുലി നിതം കളിമയമായി നിன்றிടും നിലൈ അരുൾ അരുണാചല. അരുണാചല അക്ഷരമണമാലയിൽ ഭഗവാൻ പറഞ്ഞു, നീ ഞാൻ എന്നുള്ള ഭേദമൊക്കെ പോയി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ആ സ്ഥിതി എനിക്ക് കാണിച്ചു തരൂ അരുണാചല. അപ്പോ ഇവിടെ ഗുരു പറഞ്ഞു, നീ തന്നെ അത് എന്ന് പറഞ്ഞതും തദസ്മി പ്രഭു ഭവാൻ പരമകം ജ്യോതി. ഇതാണ് അതിലെ ഈ ശ്ലോകത്തിലെ കീവേഡ്, മുഖ്യമായ വാക്ക്. കിം ജ്യോതിഹി തവ ഭാനുമാനഹനിമേം രാത്രൗ പ്രദീപാദികം. ഇതൊക്കെ ആത്മവിചാര പദ്ധതിയാണ്. ഞാൻ എന്നുള്ളതിന്റെ പിറപ്പിടം മൂലസ്ഥാനത്തിനെ എല്ലാ പ്രകാശങ്ങൾക്കും ഉറവിടമായ പരമപ്രകാശമായി കാണിച്ചു തരാം. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ജ്യോതിഷാമപി തജ്ജ്യോതി തമസഃ പരമുച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. എല്ലാവരുടെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്, എല്ലാ വെളിച്ചങ്ങൾക്കും വെളിച്ചമാണത്. അത് ജ്ഞാനമാണ്, ജ്ഞേയമാണ്, ജ്ഞാനഗമ്യമാണ്. ഹൃദി സർവസ്യ വിഷ്ഠിതം. ഹൃദയം തന്നെ അതിന്റെ പേരാണ്, അതിന്റെ സ്വരൂപമാണ്. അപ്പൊ ഇവിടെ വെളിച്ചം എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെ ബ്രഹ്മവിചാരം ചെയ്യുകയാണ്. പകലെങ്ങനെ നീ എല്ലാം കാണുന്നു? സൂര്യനെ കൊണ്ട് കാണുന്നു. രാത്രിയിലോ വിളക്ക് കൊളുത്തി കാണുന്നു. കണ്ണടയ്ക്കുമ്പോഴോ വിളക്കിനെ എങ്ങനെ കാണുന്നു? കണ്ണുകൊണ്ട് കാണുന്നു. കണ്ണടയ്ക്കുമ്പോ നീ കാണുന്നില്ലേ? കാണാൻ കണ്ണു വേണോ? കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. കാണാൻ കണ്ണു വേണോ? കണ്ണടയ്ക്കുമ്പോ കാണുന്നില്ലേ? സ്വപ്നത്തിൽ കാണുന്നില്ലേ? പശ്യതി അചക്ഷുഹു ശൃണോതി അകർണഃ. ചെവിയില്ലാതെ കേൾക്കണു, കണ്ണില്ലാതെ കാണുന്നു, സ്വപ്നത്തിലെല്ലാം നടക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളും സ്വപ്നത്തില് മനസ്സ് സ്വയമേവ ആയിത്തീരണം. ഇതൊക്കെ കണ്ട് വിസ്മയിക്കാനുള്ള കാര്യമല്ലേ അല്ലേ? ആപ്പിൾ തലയിൽ വീണാൽ മാത്രം ചോദ്യം ചോദിക്കേണ്ടതെന്നുണ്ടോ? അതാണിപ്പോ ലോകത്തിൽ വലിയ കാര്യമായത്. അപ്പൊ ഗുരുത്വാകർഷണ ശക്തി കണ്ടുപിടിച്ചു. ഉള്ളിലൊരു ആകർഷണം, വലിയ വസ്തു ശ്രദ്ധിക്കണ്ടേ? ആപ്പിൾ തലയിൽ വീണു, ഒരാൾ ചോദ്യം ചോദിച്ചു, ലോകം മുഴുവൻ വലിയ കാര്യമായിട്ട് തോന്നുന്നു. നാളികേരാണ് വീഴണമെങ്കിൽ ഈ പ്രശ്നമേ ഉണ്ടാവില്ലായിരുന്നു. ഉള്ളില് ഒരു വിസ്മയമായ ഒരു കാര്യം നടക്കണു. സ്വപ്നം കാണുന്നു. യസ് സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ. നോക്കൂ, ഉപനിഷത്ത്, കഠോപനിഷത്തിൽ യമനോട് നചികേതസ് ചോദിക്കുന്നു, എന്താ ആത്മാന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്ക, കുട്ടി നീ ഉറങ്ങുമ്പോഴേ അങ്ങനെ ഉണർന്നിരുന്ന് പലവിധ നാമരൂപങ്ങളെയും സൃഷ്ടിച്ച് നല്ല വെളിച്ചത്തിൽ ഉള്ളിൽ എന്തൊക്കെയോ നാടകം കളിക്കണില്ലേ, ആ സകല സൃഷ്ടിക്കും മൂലകാരണമായ ബ്രഹ്മം അത് തന്നെയാണ്. തദേവ ശുക്രം തദ് ബ്രഹ്മ തദേവ അമൃതമുച്യതേ തസ്മിൻ ലോകാഹ ശ്രിതാഹ സർവേ. ആ ശക്തിയിലാണ് കുട്ടി പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത്. തതുനാത്യേതി കശ്ചന. അതിനെ ആർക്കും അതിര് കടക്കാൻ പറ്റില്ല. അത് നീ എന്നറിയൂ എന്നാണ്. ഏതത്വൈ തത്. നീ ചോദിക്കണതുണ്ടല്ലോ ഇത് തന്നെ. ശ്രദ്ധിക്കുന്നു. പതുക്കെ പതുക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. എന്റെ സ്വരൂപം എന്താണെന്ന് നോക്കൂ. കണ്ണടച്ച് ഉറങ്ങുമ്പോഴും കാണുന്നു. ആ സ്വപ്നത്തിനും സാക്ഷി ബുദ്ധിയാണ്. ബുദ്ധിയിൽ കാണുന്നു, മനസ്സുകൊണ്ട് കാണുന്നു. നമ്മള് ആത്മേതര വിഷയത്തിനെ എന്തിനെങ്കിലുമൊക്കെ മുമ്പിൽ കൊണ്ടുവരും. പുറമേ ഉള്ളതിനൊക്കെ ഇത് കാരണം അത് കാരണം എന്ന് പറയും. ഉള്ളിലായാൽ ഇന്ദ്രിയങ്ങളാണെന്ന് പറയും, മനസ്സാണെന്ന് പറയും, കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയും, എന്തെങ്കിലും പേര് പറയും. അതിനെ പിറപ്പിടത്തിലേക്ക് കൊണ്ടുപോയി ഒരു മൂലകാരണത്തിൽ പോയി കണ്ടു കഴിയുമ്പോഴാണ് വേദാന്ത സിദ്ധാന്ത നിരുക്തിയാവുന്നത്, എന്നുവെച്ചാൽ പരിസമാപ്തിയാവുന്നത്. അതുവരയ്ക്കും പോയിക്കൊണ്ടേയിരിക്കും.
അതുവരെ ആ ഏക കാരണത്തിന്, ദിവ്യമായ കാരണത്തിനെ കാണുന്നവരെ. നമുക്ക് സയൻസ് എവിടെ വന്ന് നിൽക്കണമെന്ന് വെച്ചാൽ ഒരു മെറ്റീരിയൽ കോസിനെ സയൻസ് പറഞ്ഞു തന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം അല്ലേ? ഉപനിഷത്തിലെ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചു ഭൃഗു വരുണന്റെ അടുത്ത്. പോയി വിചാരം ചെയ്യൂ എന്ന് പറഞ്ഞു. ഭൃഗു പോയി ധ്യാനം ചെയ്തിട്ട് വന്ന് പറഞ്ഞു, അന്നം ബ്രഹ്മേ ദിവ്യജാനാത് അന്നാദ്ദേവ ഖൽവിമാനി ഭൂതാനി ജായന്തെ അന്നേന ജാതാനി ജീവന്തി അന്നം പ്രയന്ത്യഭിസംവിശന്തി. ശരി, തൃപ്തിയായോ? പുനരേവ വരുണം പിതരമുപസസാര. എല്ലാം മാറ്ററാണ്. ശരി, സമ്മതിച്ചു. ശരി, പൊയ്ക്കോളൂ. സന്തോഷമാണെങ്കിൽ പൊയ്ക്കോളൂ. എല്ലാത്തിനും ഒരു പ്രിമോർഡിയൽ കോസ്, ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. മാറ്റർ, ബേസിക് മാറ്റർ. ശരി, മനസ്സിലായി, സന്തോഷമായോ? ഞാൻ ഒരു ഉത്തരമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ശാന്തി, പൂർണ്ണതയാണ് വേണ്ടത്. സയൻസ് അന്വേഷിക്കുന്നത് ആൻസറാണ്, വേദാന്ത അന്വേഷിക്കുന്നത് സംതൃപ്തി, ഫുൾഫിൽമെന്റ് ആണ്. ഏതാ വേണ്ടത്? ആൻസർ മതിയോ ഫുൾഫിൽമെന്റ് വേണോ? നിങ്ങൾ തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് ആൻസർ വേണോ ഫുൾഫിൽമെന്റ് വേണോ? ഉത്തരം വേണോ അല്ല പരിപൂർണ സംതൃപ്തി വേണോ? വെള്ളം ദാഹിച്ച് വലഞ്ഞിട്ട് പോകുമ്പോ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ വാട്ടർ മതിയോ? ഇനിയും വൃത്തിയായി നിങ്ങൾക്ക് പറഞ്ഞു തരാം H2O. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. വെള്ളത്തിനെ കുറിച്ച് സംതൃപ്തിയാവോ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ. അതിനെക്കുറിച്ച് അറിയണത് പോരാ, അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് സംതൃപ്തി വരണം, ഉപശമം വരണം, ശീതളത വരണം, ശാന്തി വരണം. ആ ശാന്തിയാണ് വേദാന്തം കൊടുക്കണത്. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തൽക്കാലത്തേക്ക് നിർത്തുകയല്ല. അതുകൊണ്ട് ഭൃഗു പിന്നെയും പോയി തപസ് ചെയ്തു. പ്രാണനാണെന്ന് പറഞ്ഞു, എനർജിയാണെന്ന് പറഞ്ഞു. ശരി, അതും നോക്കൂ. ഈ വിദ്യകളൊക്കെ എല്ലാ കാലത്തും എല്ലാ ഫീൽഡിലും ഉണ്ടാവും. ഇന്നും ഫിസിക്കൽ മെറ്റീരിയൽ മാനേജ്മെന്റ് ഉണ്ട്, വൈറ്റാലിറ്റി മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ മനഃശാസ്ത്രം ഉണ്ട്. എല്ലാ കാലത്തും ഉണ്ടാവും ഈ വിദ്യകളൊക്കെ. പക്ഷെ ഒന്നും പൂർണ്ണമാവില്ല. മനസ്സാണെന്ന് പറഞ്ഞു, സൈക്കാട്രി പൂർണ്ണാവോ? നല്ലവണ്ണം സൈക്കാട്രി പഠിച്ചാൽ അയാൾക്ക് രോഗിക്കും വ്യത്യാസം ഇല്ലാതാവും. എന്താ? മനസ്സിന്റെ സ്വഭാവമാണത്, അതതിന്റെ കുറ്റമല്ല. എന്ന് വെച്ചാൽ മനസ്സിനെ പ്രത്യേകിച്ച് നോക്കി വിശകലനം ചെയ്ത് മനസ്സുമായിട്ട് താതാത്മ്യപ്പെട്ടാൽ, മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂഷന്റെ പേരാണ് മനസ്സ്. ഇഗ്നറൻസ് ഇസ് മൈൻഡ്, നോളജ് ഇസ് സെൽഫ്. അത്രയോ. അപ്പോ കോൺഫ്ലിക്റ്റ് ആണ് മനസ്സ്. ഓരോ കോൺഫ്ലിക്റ്റും എടുത്തെടുത്ത് നോക്കുന്നവൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും അയാള്. അവിടെ തൃപ്തിയില്ല. വിജ്ഞാനമാണെന്ന് പറഞ്ഞു. ഇതിന്റെ അപ്പുറം പോയി ഇതിനൊക്കെ വിട്ടുനിന്ന് കണ്ടു. വിജ്ഞാനൈ അജ്ഞന്തനുതേ കർമാണി തനുതേ പിച്ച വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസത്തെ വിജ്ഞാനം ബ്രഹ്മചേദ്വേദ തസ്മാച്ഛേന്ന പ്രമാദ്യതി. അല്പം ഒരു സ്ഥിരതയുള്ള സ്ഥലമാണ് ഈ മന്ത്രങ്ങളൊക്കെ. സാറുടെ ഭാഷയെടുത്ത് നോക്കണം, ഗംഭീരമായിട്ട് ചെയ്യും. വളരെ പ്രൗഢഗംഭീരം എന്ന് പറയും. ആ വിജ്ഞാന തണ്ടത്തിലാണ് ഇയാള് കുറെ ത്യാഗം ചെയ്യണത്, യജ്ഞം ചെയ്യണത്, കർമ്മത്തിന്റെ രഹസ്യമൊക്കെ മനസ്സിലാക്കണത്. ഇതിന് അപ്പുറം ഒരു സ്ഥിരമായ ഒരു മണ്ഡലം ഉണ്ടെന്നൊക്കെ അറിയണത്. അതിനുശേഷം ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്. അവിടെ ആനന്ദമയ കോശമൊന്നല്ല, ആനന്ദസ്വരൂപത്തിനെ അറിഞ്ഞ് ആനന്ദം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും പിറപ്പിടം ആനന്ദമാണ്, നിൽക്കുന്നത് ആനന്ദത്തിലാണ്, ലയിക്കുന്നത് ആനന്ദത്തിലാണ് എന്ന് അറിഞ്ഞപ്പോ, അറിയാന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള അറിവല്ല, അതിന് പുറകിലുള്ള ആനന്ദത്തിനെ തന്റെ സ്വരൂപമായിട്ട് കണ്ടപ്പോ ഏഷാ ഭാർഗവീവാരുണി വിദ്യ പരമേ വ്യോമൻ പ്രതിഷ്ഠിത യേവം വേദ പ്രതിഷ്ഠതി. അറിഞ്ഞ ഭൃഗു പരമ ആകാശത്തിൽ ചിദാകാശത്തിൽ ഇരുന്നു അത്രേ. ഇങ്ങനെ ആരൊക്കെ അറിയണോ അവരൊക്കെ ഇരിക്കുമെന്ന് മാത്രമല്ല, അന്നവാനന്നാദോ ഭവതി മഹാൻ ഭവതി പ്രജകാ പശുഭിർ ബ്രഹ്മവത്സേന മഹാൻ കീർത്തിയ. അന്നം മുതൽക്ക് ഇങ്ങടെ ഏതൊക്കെ പടി ഇയാള് കയറി വന്നു അത് മുഴുവൻ ഇയാൾക്ക് സ്വന്തമാവുന്നതാണ്.
അന്നം, പ്രാണൻ, മനസ്സ്, വിജ്ഞാനം, ആനന്ദം ഒക്കെ തന്നെ ഇയാൾക്ക് സ്വന്തമാണ്. എന്താന്ന് വെച്ചാൽ ട്രൂത്ത് ഈസ് ഓൾ ഇൻക്ലൂസീവ്. എല്ലാം അതിനകത്തേക്ക് വന്നു. അയാൾ പ്രതിഷ്ഠിതനായിട്ട് തീരും. എന്നുവെച്ചാൽ ആനന്ദമാണ് ഇതിന്റെ ഉറവിടം എന്ന് അറിഞ്ഞു കഴിഞ്ഞവൻ ആനന്ദത്തിൽ ഇരിക്കണു. അയാൾക്ക് സകലതും ആനന്ദമാണ്, ദുഃഖം പോലും ആനന്ദമാണ്. വിവേകാനന്ദ സ്വാമികൾ പ്ലേഗ് വന്നിട്ട് കുറെ കരഞ്ഞു. കൽക്കട്ടയിൽ പ്ലേഗ് കൊണ്ട് ജനങ്ങൾ വിഷമിക്കണത് കണ്ട്. തനിക്ക് വേണ്ടിയല്ലല്ലോ കരയണത്. വല്ലാതെ വിഷമിച്ചപ്പോ ഒരു ഭക്തൻ ചോദിച്ചു, എന്താ സ്വാമി ഇത്രയധികം പെയിൻ? അപ്പൊ സ്വാമി പറഞ്ഞു, ദർ ഇസ് ഡീപ് എക്സ്റ്റസി ഇൻ പെയിൻ. എങ്ങനെ മനസ്സിലാക്കും? നമ്മൾക്ക് പോലും ചിലപ്പോൾ ഉണ്ടാവില്ലേ. പഴയ കാലത്ത് ഈ മലയാളം സിനിമ മുഴുവൻ ട്രാജഡിയാണ്. എന്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ആശ്ചര്യപ്പെടും. ഇവര് വീട്ടിൽ വിഷമിച്ചിട്ടാണ് തിയേറ്ററിലേക്ക് പോണത്. തിരിച്ചു വരുമ്പോ കരഞ്ഞിട്ട് വരും. കരഞ്ഞിട്ട് പറഞ്ഞു നാളെയും പോണം. അത് ആ കരച്ചിൽ അവർക്ക് ഇഷ്ടമാണേ. അതെന്താന്ന് വെച്ചാൽ ഉണ്മയല്ലാത്ത കരച്ചിൽ. അതാണ് ശോകം ഒരു രസമായിട്ട് തീരുകയാണ്. കരുണാരസം, ശോകരസം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കരഞ്ഞിട്ട് അവസാനം ഹീറോയും ചത്തുപോകും, എല്ലാം. തമിഴ്നാട്ടിലത് നടക്കില്ല. തമിഴ്നാട്ടിൽ ചാവാൻ സമ്മതിക്കില്ല അവർ. അപ്പോ ഇതൊക്കെ ശോകം. ഈ ശോകം എങ്ങനെ രസമായിട്ട് തീർന്നു? എല്ലാം സമഗ്രമാവും. ഇന്നലെ ഇപ്പൊ സാറ് കുറിച്ച് പറഞ്ഞില്ലേ, ദുഃഖിച്ചില്ല എന്ന് പറഞ്ഞില്ലേ. ഇതിന് ചിലപ്പോ വ്യതിരേക എക്സാമ്പിൾ നിങ്ങൾക്ക് വരും. ചില ജ്ഞാനികൾ ഉറക്ക കരയും. അത് കണ്ടിട്ട് നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. എല്ലാരും ഇങ്ങനെ ഒരേ രൂപത്തിലുണ്ടാവുന്നില്ലേ. രാമൻ വാൽമീകി രാമായണത്തിൽ ഉറക്ക കരയണം. പട്ടാഭിഷേക വിഘ്നം എന്നപ്പോ ഗംഭീരമായിട്ട് പർവ്വതം പോലെ അന്തർമേരുരിവസ്ഥിതാഹ. സാർ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ് അദ്ദേഹത്തിന്. ബഹി പിച്ചാഗ്രതരളാഹ അന്തർമേരുരിവസ്ഥിതാഹ എന്ന്. പുറമേക്ക് മയിൽപീലി പോലെ ചഞ്ചലം എന്നാണ്. എളുപ്പത്തില് മൃദുലം, എളുപ്പത്തിൽ കരയും, എളുപ്പത്തിൽ വിഷമിക്കും. ഉള്ളില് മേരുരിവസ്ഥിതാഹ, മേരുപർവ്വതം പോലെ ഉറച്ചിരിക്കണം. പുറമേക്ക് മയിൽപീലി പോലെ ചഞ്ചലം എന്നാണ്. പട്ടാഭിഷേക വിഘ്നമായപ്പോ ഗംഭീര പുരുഷനായിരുന്ന രാമൻ ഭരദ്വാജ മഹർഷി കണ്ട ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെ ഒരു ജ്ഞാനനിഷ്ഠയോ, ഇങ്ങനെ ഒരു ഗാംഭീര്യമോ. രാമന്റെ സന്നിധി കൊണ്ട് ആശ്രമമൊക്കെ പൂത്തുകൊലച്ച് വസന്തകാലം വന്ന പോലെയായി. ശാന്തി ആശ്രമാന്തരീക്ഷം. അതൊക്കെ കണ്ട് ആശ്ചര്യപ്പെട്ടു ഭരദ്വാജൻ. എന്റെ ആശ്രമത്തിൽ തന്നെ താമസിക്കാന്ന് തോന്നുന്നു. എനിക്ക് ചിത്രകൂടത്തിൽ ഒരു വഴി കാണിച്ചു തരുമെന്ന് തോന്നുന്നു. കൂട്ടിക്കൊണ്ടുപോയി ചിത്രകൂടത്തില് താമസിക്കാൻ സ്ഥലമൊക്കെ ഏർപ്പാടാക്കി കൊടുത്ത് ഭരദ്വാജനുള്ളില് വിചാരിച്ചു, ഇങ്ങനെ ഒരു ബ്രഹ്മനിഷ്ഠ ഒരു രാജകുമാരൻ ഉണ്ടാവുമോ വിചാരിച്ചതാണ്. ഒരു രാജകുമാരൻ പട്ടാഭിഷേകമൊക്കെ നഷ്ടപ്പെട്ടു വരുന്നു, എന്നിട്ട് ഇങ്ങനെ അചഞ്ചലമായിട്ടിരിക്കണമല്ലോ എന്ന് പറയുമ്പോ ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറക്കം ഒരു കരച്ചിൽ. എന്താ കരയണമെന്ന് വെച്ചാൽ, ലക്ഷ്മണ, എന്നെ പോലെ ഒരു മകൻ ഇനി ഒരമ്മയ്ക്കും ജനിക്കരുത്. മാസ്മസീമന്തിനി കാചിത് ജനയേതു പുത്രമീദൃശം സൗമിത്രേയോഹമംബായാഹ ദദ്മി ശോകം അനന്തകം. എന്നെ കാരണം എന്റെ അമ്മ എത്ര വിഷമിക്കണു. എന്റെ അച്ഛനുണ്ടല്ലോ, ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണ ഒരു മകൻ. ഇങ്ങനൊരു മകനെ ഒരു പെണ്ണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാട്ടിലേക്ക് അയക്കോ? പ്രമദായാഹ. നോക്കൂ, അച്ഛന് വേണ്ടി തീയിൽ ചാടാം, വിഷം കുടിക്കാന്നൊക്കെ പറഞ്ഞ ആളാണ്. കാട്ടില് വന്നപ്പോ പറയാണ്, ഒരു സ്ത്രീ പറഞ്ഞു എന്ന് പറഞ്ഞ ആരെങ്കിലും കാട്ടിലേക്ക് പറഞ്ഞയക്കോ? പ്രമദായാഹ കൃതേ ത്യജേത് ഛന്ദാനുവർത്തിനം പുത്രം താതോ മാമിവ ലക്ഷ്മണ. ലക്ഷ്മണ, എന്നെ പോലെ ഒരു മകനെ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞല്ലോ എന്നൊക്കെ. ഭരദ്വാജൻ തന്നെ കുറച്ചു നേരത്തേക്ക് കൺഫ്യൂസ്ഡ് ആയി. എന്നുവെച്ചാൽ ഗംഭീരമായിരുന്ന ആള് ബഹി പിച്ഛാഗ്രതരളാഹ, മയിൽപീലി പോലെ ചഞ്ചലം. അതൊരു മാധുര്യമാണ്. എന്നുവെച്ചാൽ അത് വാസ്തവമല്ലെങ്കിൽ ആനന്ദത്തോടുകൂടെ ദുഃഖമും പോലും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നല്ല സദ്യ എന്ന് പറയുമ്പോൾ പായസം മാത്രമല്ലല്ലോ, അല്ലേ? അച്ചാറുണ്ട്. പായസം കഴിക്കുമ്പോൾ നല്ല സുഖമായിട്ടുണ്ട് എന്ന് പറഞ്ഞു, നല്ല വെട്ടുപ്പായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മോരും ചോറ് കഴിക്കുമ്പോൾ കടുമാങ്ങില്ലേ, അത് കഴിച്ചിട്ട് പറഞ്ഞ് വിളിച്ചിട്ട് നന്നായിരുന്നു എന്ന് പറയാം, എരിവിന്റെ കൂടെ, അല്ലേ? അപ്പൊ മാധുര്യവും എരിവും ഒക്കെ കൂട്ടണ പോലെ എല്ലാ രസമും കൂടിയിട്ട് ജ്ഞാനിയുടെ അനുഭവത്തില് നവരസ മഹാതാണ്ഡവ നടം എന്നാണ്. സൗന്ദര്യ ലഹരിയിലൊരു വാക്കാണത്. നവരസ മഹാതാണ്ഡവ നടം എന്നാണ്. ഈ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയുടെ ഉള്ളിലൂടെ, പ്രകൃതിയുടെ ട്രാൻസ്പെറന്റ്
ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ആത്മദീപത്തിനെ കാണുന്ന ജ്ഞാനിക്ക് പ്രകൃതിയിലുള്ള എല്ലാ വൈവിധ്യങ്ങളും കൂടിയിട്ടുള്ള ആത്മാനുഭവം ഉണ്ടല്ലോ, അത് നവരസ മഹാതാണ്ഡവ നടമാണ്. അങ്ങനെ എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പൂർണ്ണമാണ്. എല്ലാ വൈകല്യങ്ങളോടുകൂടിയും പൂർണ്ണമാണ്. എല്ലാ വികലതകളോടുകൂടിയും പൂർണ്ണമാണ്. എല്ലാ വൈവിധ്യങ്ങളോടുകൂടിയും പൂർണ്ണമാണ്. എല്ലാ കുഴപ്പങ്ങളോടുകൂടിയും പൂർണ്ണമാണ്. ആ പൂർണ്ണത്വത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല. സിനിമയിൽ എന്തൊക്കെ കണ്ടാലും ശരി, സ്ക്രീനിൽ ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല, അല്ലെ? രണ്ടാം ലോക മഹായുദ്ധമൊക്കെയാണ് അവസാനിക്കുന്നത്, സ്ക്രീനിൽ ഒരു കുഴപ്പമില്ല. വെടിവെക്കണു, ബോംബ് വെക്കണു, അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് തൊട്ടു നോക്കുകയാണ് പോയിട്ട്. സ്ക്രീനിൽ ഒരു പോറൽ പോലും ഏൽക്കണില്ല. അതുപോലെ ഈ പ്രകൃതിയുടെ മണ്ഡലത്തിൽ എന്തൊക്കെ തന്നെ ആയാലും സ്വരൂപത്തില് ഒരു സ്പർശമുമില്ലാതിരിക്കണു എന്ന് അറിയുന്ന ആ വൈഭവം, ആ വിഭൂതി ഉണ്ടല്ലോ, നമ്മളുടെ സ്വരൂപത്തിനെ അറിയുമ്പോ തദസ്മി പ്രഭോ, അതാണ് ഞാൻ എന്ന് ഗുരുവിന്റെ വാക്ക് കേട്ട് സോഹമസ്മി എന്ന് അറിയുന്ന ആ പ്രജ്ഞ, ആ പ്രത്യഭിജ്ഞ ഉണ്ടല്ലോ, ആ പ്രത്യഭിജ്ഞ ഗുരു പറയണു ഭവാൻ പരമകം ജ്യോതി, അതോ ഭവാൻ പരമകം ജ്യോതി തദസ്മി പ്രഭു. യുക്തി വിചാരം ചെയ്തു എന്ന് ഗുരു അവസാനം കാണിച്ചു കൊടുത്തു, അനുഭവയുക്തിയിലൂടെ കാണിച്ചു കൊടുത്തു. നീ അതാണ്, നീ ചൈതന്യമാണ്, നീ ശരീരമല്ല, നീ മനസ്സല്ല, നീ ബുദ്ധിയല്ല, നീ വ്യക്തിത്വമല്ല. ഇതിനൊക്കെ അപ്പുറമുള്ള അധിഷ്ഠാനമായ ശുദ്ധ ചൈതന്യം, ബോധമാണ് നിന്റെ സ്വരൂപം. ശിഷ്യനോ തദസ്മി പ്രഭു. ഭാഗവതത്തില് പരീക്ഷിത്തിനോട് പറഞ്ഞു, നീ ശരീരമൊന്നുമല്ല, നിനക്ക് ജനനമില്ല, മരണമില്ല. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മനി ആദായ നിഷ്കലേ. ആത്മാവിനെ ആത്മാവിലിരുത്തു, ശരീരത്തിലോ മനസ്സിലോ പ്രാണനിലോ ഒന്നും അഭിമാനത്തിനെ ഇരുത്താതെ അഭിമാനത്തിന്റെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ പിറപ്പിടത്തിൽ ഇരുത്തു എന്ന് പറഞ്ഞു. പരീക്ഷിത്ത് അങ്ങനെ ഇരുന്ന് സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോ യച്ഛമേ സാക്ഷാത് അനാദിനിധനോ ഹരിഹി. ഭഗവാൻ അവിടുന്ന് എന്നെ സിദ്ധനാക്കിയിരിക്കുന്നു, ഞാൻ സിദ്ധനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു. ജനനമരണമില്ലാത്ത ഹരിയുടെ സ്വരൂപം, പൂർണ്ണത, ഭഗവാന്റെ സ്വരൂപത്തിനെ ഞാൻ അകമേ കണ്ടിരിക്കുന്നു. ഭയം വിട്ടുപോയി. ഇപ്പൊ തക്ഷകൻ വേറെയല്ല, ഞാൻ വേറെയല്ല. തക്ഷകനും വിശ്വമോ ഒന്നും തന്നെ ആത്മാവിൽ നിന്ന് അന്യമല്ല എന്നാണ്. ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാദനൈഹി ന ദ്രക്ഷ്യതി ശരീരം ച വിശ്വം ച പൃഥക് ആത്മനഃ. ശരീരമോ വിശ്വമോ തക്ഷകനോ ആത്മാവിൽ നിന്ന് പൃഥക്കായിട്ട് വേറെയായിട്ട് ഒന്നും കാണാനില്ല. സകലതും ആത്മസ്വരൂപമായി കണ്ടപ്പോ പരീക്ഷിത്ത് പറഞ്ഞു, അജ്ഞാനം ച നിരസ്തം മേ. 7 ദിവസം കൊണ്ട് ഇപ്പൊ എന്താ സാധിച്ചത് എന്ന് വെച്ചാൽ അജ്ഞാനം ച നിരസ്തം മേ. എന്റെ ഉള്ളിലുള്ള അജ്ഞാനം അങ്ങോട്ട് നീങ്ങിപ്പോയി. ഭഗവാൻ ആവരണം അങ്ങോട്ട് നീങ്ങി. എങ്ങനെ നീങ്ങി? ജ്ഞാന വിജ്ഞാന നിഷ്ഠയാ എന്നാണ്. അവിടുത്തെ തിരുമുഖത്ത് നിന്ന് കേട്ടിട്ടുള്ള ഈ ജ്ഞാനം അനുഭവമായിട്ട് തീർന്നു. അത് അപ്പപ്പോ വന്നു പോകുന്ന സ്പാസ്മോഡിക് എക്സ്പീരിയൻസ് അല്ല, നിഷ്ഠ, ജ്ഞാന വിജ്ഞാന നിഷ്ഠയാ. അഭയം ദർശിതം ഭവതാ ദർശിതം ക്ഷേമം, അൾട്ടിമേറ്റ് സെക്യൂരിറ്റി എന്നാണ്. നമ്മൾ അന്വേഷിക്കുന്നത് സെക്യൂരിറ്റി ആണല്ലോ. കുറെ പണം ബാങ്കിൽ ഇട്ട് വിട്ടാൽ സെക്യൂരിറ്റി ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് അറിയണം ഒരു കാര്യമില്ല. ആസ്പത്രി കൊണ്ടുപോയി എന്ത് പണം വേണമെങ്കിൽ തരാം, സൂക്കേട് മാറ്റുന്നു, ഇതിപ്പോ മാറണ കൂട്ടത്തിൽ പെട്ടതൊന്നും അല്ല എന്ന് പറഞ്ഞവര്. അപ്പോ മനസ്സിലായി ഈ കൂട്ടി വെച്ചതൊന്നും കാര്യമില്ല. കൂട്ടിവെച്ചതൊന്നും കാര്യമില്ല. അവിടെ ഇവിടെ കൂട്ടിവെച്ചോ, എല്ലാവർക്കും ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൂട്ടിവെച്ചത്. ഇപ്പൊ ഭയം, കള്ളം കൊണ്ടുപോകുമോന്ന് ഭയം, ടാക്സുകാർ കൊണ്ടുപോകുമെന്ന് ഭയം, ഏതെങ്കിലും വിധത്തിൽ നഷ്ടാവുമോന്ന് ഭയം. സെക്യൂരിറ്റി ഇല്ല, ക്ഷേമമില്ല. ശരി, ശരീരത്തിന് നല്ല ആരോഗ്യമായിട്ട് എക്സസൈസ് ഒക്കെ എടുത്തു, നല്ല ചവനപ്രാശമൊക്കെ കഴിച്ചു, ഒക്കെ കഴിച്ച് ആരോഗ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കും.
അതിനെന്തൊക്കെയാ വേണ്ടത്? ഉള്ള ആരോഗ്യ മാസികകളൊക്കെ വാങ്ങി വായിച്ചു. എല്ലാം പഠിച്ചു കഴിഞ്ഞു ഒക്കെ ചെയ്ത് ഒരുമാതിരിയൊക്കെ ശരിയാക്കുമ്പോഴാണ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സൂക്കേട് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവണോ, എന്തെങ്കിലും വിഷമം അത് പോയി. അതിന്റെ ദോഷമൊക്കെ നീക്കണം എന്ന് വിചാരിച്ചത് നടന്നില്ല. അതിലെന്തെങ്കിലും ഗുണം കൊടുക്കണം എന്ന് വിചാരിച്ചത് നടന്നില്ല. അതും അപകടമാണെന്ന്. ഒന്നും നിലനിർത്താൻ പറ്റില്ല. നോക്കിക്കോളൂ, ആത്മാവിൽ നിന്ന് നമുക്ക് എന്ത് ഈശ്വരനായി നിലനിർത്തി തന്നിട്ടുണ്ടോ അതിനെ അറിയാനേ ഒക്കുള്ളൂ എന്നല്ലാതെ ബാക്കി നമ്മളുടെ കയ്യിലില്ലാത്തത് നിലനിർത്താൻ ഒന്നും നമുക്ക് സാമർഥ്യമേ ഇല്ല. നിലനിർത്തിയ പോലെയൊക്കെ നടിക്കാം അല്ലേ, പക്ഷെ അത് പ്രയോജനമൊന്നും ചെയ്യില്ല. തല നരച്ചു ഡൈ ചെയ്യാം, മുഖം കണ്ടാ അറിയില്ലേ. സെറ്റ് പല്ല് വെക്കാം, എന്നാലും അറിയും. അതിനേക്കാളും നല്ലത് അത് ഞഞ്ഞമിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ സൗന്ദര്യമുണ്ട്. ശരി, ഉപയോഗത്തിന് എന്തോ വെച്ചു, സാരമില്ല, അതും വെക്കാം. പക്ഷെ എന്തൊക്കെ ആയാലും വയസ്സായത് തന്നെയല്ലേ, ഒക്കെ പോവും. പോവാത്തൊരു കാര്യം നമ്മൾ ജനിച്ചത് മുതൽക്ക് അതിനു മുമ്പ് മുതൽക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ഒരു വസ്തു നമ്മളിലുണ്ട്, അത് നമ്മളാണ്. അതിനൊന്നും നേടിയെടുക്കുക പോലും വേണ്ട, അറിഞ്ഞാൽ മാത്രം മതി. സോഹമസ്മി, അതാണ് എന്റെ സ്വരൂപമെന്ന് കാണും തോറും ഒരു നിറവ് ഉള്ളിലുണ്ടാവും, ഒരു തികവ് ഉള്ളിലുണ്ടാവും. തദസ്മി പ്രഭോ. ഇതിപ്പോ പറയുമ്പോ വളരെ എളുപ്പമായി, നിങ്ങൾ കേട്ടു. ആർക്കെങ്കിലും അത്രയൊക്കെ തന്നെ കൗശലം ഉണ്ടെങ്കിൽ, അത്രയൊക്കെ തന്നെ ഔത്സുക്യം ഉണ്ടെങ്കിൽ ഏകാന്തത്തിൽ ഇരുന്ന് കടയണം, തൈര് കടയണം പോലെ കടയണം, മനനം ചെയ്യണം, തെളിഞ്ഞ് 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 വിചാരം ചെയ്യണം. ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്, ഈ ശരീരത്തിനകത്ത് ഞാൻ 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 എന്ന് തോന്നണുണ്ടല്ലോ, അതിന്റെ സ്വരൂപം എന്താണ്, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലൊക്കെ മാറാതിരിക്കുന്ന ഈ അഹം എന്താണ്, ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഒരവസ്ഥയിലും മാറാതിരിക്കുന്ന ഈ അഹത്തിന്റെ സ്വരൂപം എന്താണ്. ഇങ്ങനെ അനുസ്യൂത മനനം ചെയ്ത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അനുസന്ധാനം ചെയ്ത് ഉള്ളിൽ നിന്നും വെണ്ണ തിരട്ടിയെടുക്കുന്ന പോലെ, എണ്ണ കടഞ്ഞെടുക്കുന്ന പോലെ, തൈര് കടഞ്ഞെടുക്കുന്ന പോലെ ഈ അനുഭവ നവനീതത്തിനെ കടഞ്ഞെടുക്കണം. അങ്ങനെ സാധിക്കുമെന്ന് എത്രയോ ആളുകൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾ വേണം നിങ്ങൾ നിശ്ചയിച്ച് വളരെ എളുപ്പത്തിൽ പറയാം, നാമം ജപിച്ചാൽ മതി, കാര്യം നടക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത് പറയണമല്ലോ, അത്രേ ഉള്ളൂ. അനേക ചിത്തവൃത്തികളായി അലയുന്ന മനസ്സിനെ ഭഗവൻ നാമത്തിൽ അങ്ങനെ പിടിച്ചു നിർത്തുക, അനുസ്യൂത അതങ്ങോട്ട് ഉള്ളിൽ ധാരമുറിയാതെ ഒഴുകട്ടെ. ഇതിപ്പോ സാർക്ക് സമ്മതമല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഹരിനാമ കീർത്തനവും ജ്ഞാനപ്പാനയൊന്നും എഴുതില്ലല്ലോ അല്ലേ. നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത് എന്തിനാ ഇപ്പൊ പറയണതെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ നാമം ജപിക്കുന്നത് കൊണ്ടോ യോഗ സാധന കൊണ്ടോ പ്രാണായാമം കൊണ്ടോ ഒറ്റക്കാലിൽ നിൽക്കുന്നത് കൊണ്ടോ ഒന്നും ബ്രഹ്മത്തിനെ കിട്ടില്ല. കാരണം അത് കിട്ടിയിട്ടുള്ള സാധനമാണ്. ആഗ്രഹം ഉപേക്ഷിച്ചാൽ അത് പ്രകാശിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ തൃപ്തി വരില്ല. അപ്പൊ നാമം ജപിച്ചോളൂ. മധുരമായി ആ ഭഗവാനെ നാമം കൊണ്ട് തിരുനാമം കൊണ്ട് ആരാധിക്കുകയാണ്. ഈ ഭക്തിയില് എന്താ ഒരു വിശേഷം എന്ന് വെച്ചാൽ ഗോളില്ല, ലക്ഷ്യമുള്ളത് വ്യാപാരമാണ്. അത് ഭക്തിയോ ജ്ഞാനോ ഒന്നുമല്ല. ജ്ഞാനത്തിലും ലക്ഷ്യമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞു കേട്ടു കഴിഞ്ഞു. ഭക്തിയിൽ ലക്ഷ്യമൊന്നുമില്ല. ലക്ഷ്യമുള്ള ഭക്തി ഭക്തിയേ അല്ല. കിട്ടിയിട്ടുള്ള ഭഗവാനെ ആരാധിക്കുകയാണ്. ഒരു സാളഗ്രാമം കിട്ടിയത് നാരായണനാണ്. ഇതിനിപ്പോ നാരായണൻ ആപ്പൊന്നും വേണ്ട, അത് നാരായണനാണ്, അത് ഭഗവാനാണ്. അതുപോലെ ഇവിടെ കിട്ടിയിരിക്കണം ഭഗവാൻ. ഇനി എന്ത് വേണം? ഇനിയിപ്പോ എന്താ വേണ്ട? നാമം ജപിച്ചുകൊണ്ടിരിക്കുക. മനസ്സങ്ങനെ ചഞ്ചലമായിരുന്നു. നാമം ജപിച്ചോളൂ. ഒരേ നാമം, ഒരു നാമം അങ്ങനെ ഉള്ളിൽ ഉരുവിട്ടോണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ മനസ്സ് മുഴുവൻ സ്പന്ദന രൂപമാണ്. ഇത് ഒരു നാമത്തിൽ ഇങ്ങനെ സ്പന്ദിച്ച് 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 അടങ്ങുമ്പോ നമ്മളിപ്പോ പറഞ്ഞ കാര്യമൊക്കെ ഉള്ളിൽ തെളിയും. മനസ്സിങ്ങനെ സ്പന്ദിച്ച് സ്പന്ദിച്ച് അനേക സ്പന്ദനങ്ങളായിരിക്കുന്ന മനസ്സ് എന്തെങ്കിലും ഒരു സ്പന്ദനത്തിൽ, എന്തെങ്കിലും ഒരു നാമത്തില്, ഏതെങ്കിലും ഒന്നില്
ചെന്ന് നിൽക്കണം. സാറെ അവസാന കാലത്ത് കണ്ടവർക്കൊക്കെ അറിയാം, എപ്പോ പോയി നമസ്കരിച്ചാൽ ശിവശിവ ശിവശിവ. അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ അവരവരുടെ വാസനയ്ക്കും സംസ്കാരത്തിനും ഭാവത്തിനും അനുസരിച്ച് എടുക്കേണ്ട കാര്യങ്ങളാണ്. നാമജപം ശരി, നാമജപം മാത്രം അടിയുന്നു ഫാനറ്റിക് ആവരുത്. ഇതൊക്കെ അറിഞ്ഞുകൊള്ളുക. എന്നിട്ട് അനുസ്യൂതം അവിച്ഛിന്ന ധാര പോലെ ഉള്ളിൽ അങ്ങോട്ട് ജപിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോ ജപം നിന്നുപോവും, ജപിക്കണ ആളും മറഞ്ഞു പോവും, ജപം നടക്കണം മനസ്സും മറഞ്ഞു പോവും. അവിടെ ഭഗവാന്റെ തിരുവുരുവം മാത്രമേ ഉണ്ടാവുള്ളൂ. സാധകനും ഉണ്ടാവില്ല, സാധന ഉണ്ടാവില്ല, സാധ്യം മാത്രം പ്രകാശിക്കും. ആ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പൊ നിങ്ങളിപ്പോ സാധനം നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല, ഒക്കെ മറന്നു പോകും. എല്ലാത്തിനും എന്ത് വിഴുങ്ങിക്കളയും, എല്ലാത്തിനെയും ആ അനുഭവം വിഴുങ്ങിക്കളയും. മനസ്സിനെ വിഴുങ്ങിക്കളയും, മനനം ചെയ്യുന്നവനെ വിഴുങ്ങിക്കളയും. കേവല അനുഭവം, കേവല ജ്ഞപ്തി മാത്രം അവിടെ നിൽക്കും. സ്വയം പ്രകാശം, സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകം. ഈ സ്വനം എന്താ? നാമം തന്നെ, ശബ്ദം തന്നെ, മന്ത്രം തന്നെ. ആ മന്ത്രം മനു ഉരുവിട്ടിരിക്കലും മായാ മറ മാറും. ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകമാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഭഗവാന്റെ തിരുനാമം ഇങ്ങനെ ഉരുവിട്ടിരുന്നാലും മായയുടെ മറ എങ്ങനെ മാറിക്കൊള്ളും എന്നാണ്. മായയുടെ മറ മാറി സ്വനവും ഒടുങ്ങും ഇടം സ്വയം പ്രകാശം. ആ സ്വനം എവിടെ അടങ്ങുന്നുവോ, ആ നാദം എവിടെ അടങ്ങുന്നു, അവിടെ സ്വയം പ്രകാശമായ സത് അവിടെ ജ്വലിക്കും. അതിന്റെ അനുഭവം എല്ലാവരുടെയും ഉള്ളില് ഗുപ്തമായി ഗൂഢമായി കിടപ്പുണ്ട്. മറ നീക്കി കാണാൻ നമുക്ക് സാധന ചെയ്യാനും സത്സംഗത്തില് കലർന്ന് ശ്രവണമനനം ചെയ്യാനൊരു സന്ദർഭമാണ് ഇപ്പൊ കിട്ടിയത്. ഈ സന്ദർഭം ഉപയോഗിച്ച് ഓരോരുത്തരും അവരവരുടെ വാസനയ്ക്ക് അനുകൂലമായ മാർഗത്തിൽ സഞ്ചരിച്ച്, വെച്ചാൽ സംസ്കാരത്തിന് അനുകൂലമായ മാർഗത്തിൽ സഞ്ചരിച്ച് പരിപൂർണത്വം, ഭഗവത് സാക്ഷാത്കാരം, ഭക്തി, ജ്ഞാനം സിദ്ധിക്കാൻ ഇടവരട്ടെ. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണ.